Good morning, everyone. Good morning. Yeah. Am I audible? Okay. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Happy morning. Madam, Assalamualaikum. അസ്സലാം. പറ്റുന്നവരെല്ലാം ഓൾമോസ്റ്റ് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഓൺ ചെയ്യുക, ആക്റ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ട 5 ശീലങ്ങൾ 5 ഹാബിറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, റെഡി? ആർ യു റെഡി? Yes, ma'am. Yes, ma'am. Yes, ma'am. ഓക്കെ. നമ്മളെപ്പോഴും നമ്മുടെ ആഡ് ഓൺ ചെയ്യേണ്ട ഹാബിറ്റ്സിനെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യാറുണ്ട് അല്ലെ? എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട, നമ്മൾ ശീലമാക്കേണ്ട ഹാബിറ്റ്സ് ഏതൊക്കെയാണ്, ശീലങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ ആഡ് ഓൺ ചെയ്യാം എന്നതിനെ പറ്റി നമ്മൾ നോക്കാറുണ്ട്. നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ചില ശീലങ്ങൾ ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടോ? ഇത് മുമ്പ് നോക്കിയിട്ടുണ്ടോ? ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കാനും ഉണ്ട്. എല്ലാതും ആഡ് ഓൺ ചെയ്യാൻ മാത്രമല്ല, ചിലതൊക്കെ നമ്മളിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുള്ള കുറച്ച് ശീലങ്ങളും ഉണ്ട്. Do you know about that? അതിനെപ്പറ്റി അറിവുണ്ടോ? ഒഴിവാക്കേണ്ടതായിട്ടുള്ള ശീലങ്ങൾ, അല്ലെങ്കിൽ മുമ്പ് അങ്ങനെ ശീലം ഉണ്ടായിരുന്നു, ഞാനത് ഒഴിവാക്കി, അങ്ങനെ എന്തെങ്കിലും ഇപ്പോ നിലവിൽ പറയാനായിട്ടുണ്ടോ? ഓക്കെ, വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവരെല്ലാം വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. നമുക്ക് തുടങ്ങാം അല്ലെ? ആഡ് ഓൺ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ എപ്പോഴും പറയാണ്ട്, ഒഴിവാക്കുന്നതിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല അല്ലെ? ഇന്ന് അങ്ങനെയുള്ള ഒരു 5 ശീലങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത് എന്താണെന്നറിയോ? ബ്ലെയിമിങ് അതേഴ്സ്. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക. എല്ലാത്തിനും കാരണം മറ്റുള്ളവരാണ്, ഞാനല്ല എന്നുള്ള രീതിയിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് പഠിക്കണം, നമുക്ക് സക്സസ്ഫുൾ ആവണം, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യണം, നമുക്ക് വർക്ക് ചെയ്യണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ അതിന് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുമ്പോൾ അത് ഞാൻ കാരണമല്ല, ഞാൻ അതിന് ശ്രമിച്ചതാണ്, അവരത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്റെ മൈൻഡ് പോയി, അവര് നെഗറ്റീവായിട്ട് എന്നോട് സംസാരിച്ചത് കൊണ്ട് എന്റെ മൂഡ് പോയി, സോ ഞാൻ അത് അവിടെ ഇട്ടിട്ട് പോയി. അപ്പൊ അവരുടെ കുറ്റാണോ നമ്മുടെ കുറ്റാണോ? അവര് പറയാന്നുള്ളത് അത് അവരുടെ ഡ്യൂട്ടി, അവര് പറഞ്ഞു. പക്ഷെ അത് ഏറ്റെടുക്കണോ, അത് അവിടെ ഇട്ടിട്ട് പോണോ എന്നുള്ളത് നമ്മുടെ ഡിസിഷൻ ആയിരുന്നു അല്ലേ? All about our decision, right? നമ്മുടെ തീരുമാനങ്ങളാണ് ഇവിടെ എല്ലാം നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പൊ അതിനെ നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഏതൊരു കാര്യം വരുമ്പോഴും അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തീരുമാനങ്ങളാണ്, നമ്മുടെ ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ നടക്കാൻ പോകുന്നത്. എക്സ് ഓർ വൈ എന്നുള്ള ഒരു കാര്യത്തിൽ വരുമ്പോ അതാണോ ഇതാണോ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് വരുമ്പോ നമ്മൾ തീരുമാനിക്കുന്നുണ്ട്, ഓക്കെ ഇത് ചെയ്യാം. അത് മേ ബി അവര് പറയുന്നുണ്ടാവും ഇത് എടുക്കുകയെന്ന് ഫോഴ്സ് ചെയ്യുന്നുണ്ടാവാം. ആ ഫോഴ്സിൽ നമ്മളിത് ഡിസിഷൻ നമ്മൾ എടുത്തത് കൊണ്ടാണല്ലോ, അവര് ഫോഴ്സ് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ ഈ ഡിസിഷൻ നമ്മളാണല്ലോ എടുത്തത്. അവര് ഫോഴ്സ് ചെയ്യുമ്പോഴും അതല്ല, ഇതാണ് ഇതിന്റെ ശരി, ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏതാണോ എടുക്കുന്നത് അതല്ലേ നമുക്ക് ആവശ്യമുള്ളത്.
എന്നിട്ട് ഇവര് ഫോഴ്സ് ചെയ്തതിന് പ്രകാരം നമ്മള് ഈ ഒരു കാര്യം എടുത്തു. അവര് ഫോഴ്സ് ചെയ്തത് എടുത്തു. എടുത്തതിന് ശേഷം നമുക്കറിയാം നമുക്ക് ആവശ്യമുള്ളതല്ല, നമുക്ക് ഇഷ്ടമുള്ളതല്ല, നമ്മുടെ അതിന് പറ്റിയതേ അല്ല എന്നുള്ളതൊക്കെ അറിയാം. പക്ഷെ എല്ലാത്തിനും ശേഷം വീണ്ടും പിന്നെ നമ്മൾ എന്താ പറയുന്നത്, അവര് നിർബന്ധിച്ചത് കൊണ്ട് നമ്മൾ എടുത്തു, അവര് കാരണം ഇത് സംഭവിച്ചേ. നേരെ എന്ത് ചെയ്യും? അവരെ ബ്ലെയിം ചെയ്യും. പക്ഷെ അവിടെ സത്യാവസ്ഥ എന്താന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡിസിഷൻ ആയിരുന്നു, നമ്മളാണ് അത് എടുത്തിട്ടുള്ളത്. അവര് ഫോഴ്സ് ചെയ്തു എന്നത് ശരി തന്നെയാണ്, നമ്മൾ അവിടെ ഡിസിഷൻ മാറ്റണമായിരുന്നു. വി ആർ ദ റെസ്പോൺസിബിൾ. അതങ്ങനെ പറയുമ്പോ അതല്ല ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് പറയാനുള്ള ഗട്സും ധൈര്യവും ഒക്കെ നമ്മൾ കാണിക്കണ്ടേ? അല്ലേ? നമുക്കല്ലേ അതിന്റെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ലൈഫല്ലേ, നമ്മുടെ തീരുമാനങ്ങളല്ലേ വേണ്ടത്. സോ അവിടെ നമ്മൾ ഡിസിഷൻ നമ്മൾ എടുത്തു എന്നതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതല്ല എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു എക്സ്ക്യൂസസ് ആയി മാറും. ഏതൊരു കാര്യം വരുമ്പോഴും അവരങ്ങനെ പറഞ്ഞത് കൊണ്ടായിരുന്നു, ഇനി അവരെന്ത് ചിന്തിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യും? ബ്ലെയിമിങ് സ്റ്റാർട്ട് ചെയ്യും. ആ ബ്ലെയിമിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ മാറ്റിയിട്ട് ദിസ് ഈസ് മൈ ഡിസിഷൻ, ഇതാണ് എന്റെ ഡിസിഷൻ, ഇത് ഞാൻ തീരുമാനിച്ചതാണ്, അത് ശരിയാണോ തെറ്റാണോ, അതിൽ നിന്നും നല്ലതാണോ ചീത്തയാണോ ഉണ്ടായത്, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയാണെങ്കിലും ഇതാണ് എന്റെ ഡിസിഷൻ, ഇത് ഞാൻ തീരുമാനിച്ചതാ. അപ്പൊ അതിന്റെ എന്ത് തന്നെയാണേലും അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. ഞാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. ഇനി ഇതിൽ നിന്ന് മാറണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം, ഇതിൽ നിന്ന് മാറ്റണം. ഈ ഒരു തീരുമാനം മാറ്റി വേറൊന്നിലേക്ക് പോവുകയാണെങ്കിലും അതെന്റെ ഡിസിഷൻ പ്രകാരമാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ എന്ത് ചെയ്യണം? ബ്ലെയിമിങ് അതേഴ്സ്, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിൽ നിന്നും നമ്മൾ മാറി വരണം. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ്, ഏതൊരു കാര്യമാണെങ്കിലും ഈ രീതിയിൽ വേണം നമ്മൾ ആ ഒരു കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് നഷ്ടബോധങ്ങൾ ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഡിസിഷൻ ആണ്. ഇനിയിപ്പോ അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ശരി, എന്റെ ഡിസിഷൻ ആയിരുന്നു, അത് തെറ്റാണ്, ഞാൻ അത് മാറ്റാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അത് മാറ്റണമെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ നോക്കാം, നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. സോ കുറച്ചും കൂടി ലൈഫ് ഈസി ആവും. ഒരുപാട് ടെൻസ്ഡ് ആയി പോവാതെ കുറച്ചുകൂടി ഈസി ആയി മാറും നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ. അതല്ലെങ്കിൽ അവിടെ ആർഗ്യുമെന്റ്സ് വന്നു, പ്രശ്നങ്ങൾ വന്നു, നമുക്കും ഒരു ട്രോമ ക്രിയേറ്റ് ചെയ്യും, നമ്മളും ഒരുപാട് ടെൻസ്ഡ് ആയി മാറും, അല്ലേ? നമുക്കൊരു സംതൃപ്തി ഇല്ലാത്ത ഫീല് തോന്നും. പക്ഷെ ഏത് കാര്യം നടക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഇത് എന്റെ ഡിസിഷൻ ആയിരുന്നു, ഞാൻ തീരുമാനിച്ചത് കൊണ്ട് ഇതിങ്ങനെ വന്നു, ഇനി അതിന്റെ എന്ത് തന്നെ ആണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ഇനി അത് മാറ്റണമെങ്കിലും ഞാൻ തയ്യാറാണ്, ഇതെല്ലാം എന്റെ ഡിസിഷൻസിന്റെ ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിൽ നിന്നും അവര് കാരണം, അവര് നിർബന്ധിച്ചു, അവർക്ക് എന്ത് തോന്നുമെന്ന് കരുതിയിട്ടാണ്, അവർക്ക് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ കാര്യങ്ങൾ മാറ്റിയിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ തീരുമാനിച്ചത് കൊണ്ടാണ്. മേ ബി അത് തെറ്റായിരിക്കാം, തീരുമാനങ്ങളെല്ലാം ശരിയായിക്കൊള്ളണം എന്നില്ല, തെറ്റായ തീരുമാനമായിരിക്കാം, പക്ഷെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. സോ നമുക്ക് കുറച്ചുകൂടി ഈസി ആവും, അടുത്ത തീരുമാനം എടുക്കാൻ അതിനേക്കാൾ ഈസി ആവും. ലൈഫിൽ നമുക്ക് എപ്പോഴും വേണ്ട തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്, ഡിസിഷൻ മേക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതിനെ നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബ്ലെയിമിങ് ചെയ്ത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ. ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ലൈഫിലെ ഓരോ മൊമെന്റ്സിലും നമുക്കിത് ഹെൽപ്ഫുൾ ആയി മാറുന്നത് കാണാൻ പറ്റും. എങ്ങനെ ഇതിന്റെ മുമ്പത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ മുമ്പ് ഞാൻ അങ്ങനെ ആയിരുന്നു, ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയാൻ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഉം.
ഓക്കെ, അങ്ങനെ എക്സാമ്പിൾസ് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ. ഇല്ല, നമുക്ക് ടെൻഷനാണ് ഫീൽ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഇതിൽ പെടുവോ? അല്ലെങ്കിൽ മറ്റ് എങ്ങനെയാ? ടെൻഷനാണ് നമുക്ക് മറ്റുള്ളവർ തരുന്നതെങ്കിൽ നമ്മൾ അതും ഇതിൽ പെടുവോ? എല്ലാ Yes. ഇമോഷൻസും പെടുവോ? യെസ്, എല്ലാം ഇതിൽ പെടും. നമ്മളൊരാൾ വഴക്ക് പറഞ്ഞു, ഇപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, നമ്മൾ ആ ടെൻഷനിലായിരിക്കുന്നു, അതിനും നമുക്ക് നല്ലതെടുത്ത് ഞാൻ ഫീൽ ചെയ്യേണ്ട കാര്യമില്ല എന്ന് വരുത്താൻ സാധിക്കുമല്ലേ? അറ്റ് എ മൊമെന്റ് വിഷമം വരും എന്നുള്ളത് സത്യമാണ്. ആ ഒരു മൊമെന്റിൽ നമ്മളോട് ഒരാള് ഈ പറഞ്ഞ പോലെ ടെൻഷൻ തരുമ്പോ ചില മൊമെന്റ്സിലൊക്കെ ഈ വിഷമം വരും എന്നുള്ളത് സത്യമാണ്. എപ്പോഴും ഒരുപോലെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മുടെ മുന്നിൽ ഒരു ഷീൽഡ് ഇട്ട് നിൽക്കുക എന്നുള്ളത് മേ ബി പോസിബിൾ ആയിരിക്കില്ല. ചില മൊമെന്റ്സിൽ നമുക്ക് വിഷമം വരും. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നതിലാണ്. എത്രത്തോളം എടുക്കുന്നു എന്നത് നമ്മുടെ ഡിസിഷനാണ്. നമ്മുടെ ലൈഫിനെ അത് എങ്ങനെ ബാധിക്കണം എന്നുള്ളത് നമ്മുടെ ഡിസിഷൻ. അത് നമുക്ക് ഏറ്റെടുക്കണോ അതോ വിട്ട് കളയണോ, അത് നമ്മുടെ ഡിസിഷനാണ്. അത് അവർ പറയാന്നുള്ളത് അവർ പറഞ്ഞു ശരി, പക്ഷെ നമ്മൾ ഏറ്റെടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. ഓക്കെ, മേ ബി പറഞ്ഞ കാര്യം വിഷമം, അതെ, നമ്മളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഇങ്ങനെ ഒരു ട്രോമയായിട്ട് അങ്ങനെ കടന്നുകൊണ്ടിരിക്കും. ലൈഫ് ലോങ് ഇതൊരു വിഷമമായിട്ട് ഇങ്ങനെ ഓരോ കാര്യത്തിനും ഇതിങ്ങനെ ട്രിഗർ ചെയ്യാൻ തുടങ്ങും. നേരെ മറിച്ച് അത് നമ്മളപ്പോ തന്നെ വിട്ട് കഴിഞ്ഞാൽ, അത് നമ്മൾ ഏറ്റെടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ബാധിക്കാൻ പോകുന്നില്ല. സോ അത് ഏറ്റെടുക്കണോ ഏറ്റെടുക്കണ്ടേ എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. ഓക്കെ, അത് ഏറ്റെടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. അപ്പൊ ഞാൻ പറയാണ്, നമുക്ക് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുണ്ട്, ഒരുപാട് ആഗ്രഹിച്ച പ്രോഗ്രാമാണ്, അതേസമയം ഒരു ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാനുണ്ട്. രണ്ടും ഉണ്ട്. രണ്ടും ഒരുപോലെ ഇമ്പോർട്ടന്റ്. മേ ബി ഒന്നിനേക്കാൾ ഇമ്പോർട്ടന്റ് മേ ബി പ്രോഗ്രാം ആയിരിക്കും. പക്ഷെ ചില സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് പ്രകാരം നമുക്ക് ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യൽ നിർബന്ധമായിരിക്കും. ഇതിൽ ഏത് വേണമെന്നുള്ളത് നമ്മുടെ ഡിസിഷൻ ആണല്ലോ. ഈ ഫംഗ്ഷനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് പ്രോഗ്രാം, ശരിയാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഫംഗ്ഷന് പോവുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷന് പോകും. അതല്ല, ഞാൻ പ്രോഗ്രാമിനാ പോകുന്നത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിന് പോകും, അല്ലേ? ഇനി എനിക്ക് എക്സാം ആണോ വലുത് അല്ലെങ്കിൽ എന്റെ ഫംഗ്ഷൻ ആണോ വലുതെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമുക്ക് ഏതാണോ പ്രയോറിറ്റി, നമുക്ക് ഏതാണോ അവിടെ ആവശ്യം, ഏതാണോ അവിടെ കൺവീനിയന്റ്, ഇതിനെ നമ്മൾ തിരഞ്ഞെടുക്കും. ദെൻ അതിനുശേഷം അതെനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ ഡിസിഷൻ ആയിരുന്നു. അവസരോചിതമായിട്ട് തെരഞ്ഞെടുക്കുക. യെസ്, അവിടെ നമ്മൾ അത് തെരഞ്ഞെടുത്തു. ഇനി മേ ബി അത് തെറ്റായിരിക്കാം ആ ഒരു ഡിസിഷൻ. ഈ പറഞ്ഞ പോലെ ശരി, ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, എക്സാം അറ്റൻഡ് ചെയ്യായിരുന്നു കുറച്ചും കൂടി ബെറ്റർ എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷെ നമ്മുടെ അപ്പത്തെ നമ്മുടെ തീരുമാനം അതാണ്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ദെൻ അതിനെ പറ്റി ആലോചിച്ച് വിഷമിച്ച് ഇരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ലല്ലോ. അത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞു പോയ കാര്യമാണ്. കഴിഞ്ഞു. അവിടെ നമ്മൾ എന്താ പറയുന്നേ, പക്ഷെ അവർക്ക് എന്ത് തോന്നും എന്ന് കരുതിയിട്ടാണ് ഞാൻ പോവാതിരുന്നത്. ഞാനിപ്പോ ആ ഒരു ഫംഗ്ഷന് പോലെ അവർക്ക് എന്താ തോന്നുക, അതിൽ യാതൊരു അർത്ഥമില്ല. നമ്മൾ തീരുമാനിച്ച കാര്യം മറ്റുള്ളവരെ നമ്മൾ ബ്ലെയിം ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അവിടെ നമുക്ക് കുറച്ചുകൂടി ടെൻഷൻ കൂടുകയാണ്, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ അത് ബാധിക്കുകയാണ്, നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുകയാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ രീതിയിലുള്ള ബ്ലെയിമിങ്, കുറച്ച് എക്സാമ്പിൾസ് ഇങ്ങനെ പറഞ്ഞു വന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ബ്ലെയിമിങ് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്താണോ തീരുമാനിക്കുന്നത് നമ്മുടെ ഡിസിഷൻ ആണ്. ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാനിന്ന് ചായ കുടിക്കണോ കാപ്പി കുടിക്കണോ എന്നുള്ളത് നമ്മുടെ ഡിസിഷനാ, എന്റെ ഡിസിഷനാ. അവിടെ ഞാൻ കാപ്പി കുടിച്ചതിന് ശേഷം ഞാൻ പറയാണ്
എല്ലാവരും ചായ കുടിക്കണ കണ്ടപ്പോ അല്ലെങ്കിൽ എല്ലാവരും കാപ്പി കുടിക്കണ കണ്ടപ്പോ ഞാൻ കാപ്പി എടുത്തു എന്ന് പറയുന്നത് നിനക്ക് ചായ വേണമെങ്കിൽ ചായ കുടിക്കായിരുന്നല്ലോ. അവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. നമ്മളിത് സെലക്ട് ചെയ്തതിനു ശേഷം പിന്നെ ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അവിടെ നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ്, അതേപോലെ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ ഡിസിഷൻസ് ആണ് അവിടെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. സോ നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആയി മാറും, കുറച്ചും കൂടി ടെൻഷൻ ഇല്ലാതായി മാറും, നമുക്കൊന്നുകൂടി കോൺഫിഡൻസ് കൂടും, നമുക്കൊന്നുകൂടി കോൺഫിഡൻസ് കൂടി കിട്ടും. ഓക്കെ, ഓരോ കാര്യത്തിലും നമുക്ക് എന്ത് ചെയ്യും, കോൺഫിഡൻസ് ഡേ ബൈ ഡേ കൂടി വരും, നമ്മള് ഓക്കെ ആയി തുടങ്ങും. അടുത്തത് എന്താണ്? ബിലീവിങ് റിച്ച് പീപ്പിൾ ആർ ബാഡ്. പൈസ ഉള്ളവരെല്ലാം ഭയങ്കര മോശം, അവര് നല്ല രീതിയിലുള്ള അങ്ങനെ പറയുന്നിട്ടിട്ടില്ലേ? ഇപ്പൊ പെട്ടെന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കി, എന്തൊക്കെയോ പരിപാടി ഉണ്ട്, അത് നല്ല രീതിയിലൊന്നല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? അവരുടെ ഹാർഡ് വർക്ക് അവിടെ എത്രത്തോളം ആണെന്നുള്ളതിന് യാതൊരു വാല്യൂയും കൊടുക്കാതെ ഒറ്റയടിക്ക് പറഞ്ഞു പോകും. അതെന്തൊക്കെയോ പരിപാടിയിലൂടെ ഉണ്ടാക്കിയ വളരെ ഈസിയാണ് പൈസ ഉണ്ടാക്കാൻ, അല്ലേ? ഇതിലൂടെ ഉണ്ടാക്കി എന്നൊക്കെ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. ആ, എന്തൊക്കെ ചെറിയ അങ്ങനെ പറയണ കേൾക്കാറുണ്ട്. അവർക്ക് പിന്നെ ഇല്ലാത്തതായിട്ട് ഒന്നും ഉണ്ടാവൂല. പ്രവാസികളാണെങ്കിൽ അറബിനെ പറ്റിച്ചൂലേ, അങ്ങനെ പറയാറുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയും. ഇനിയിപ്പോ ഏതാണെങ്കിലും ഈ പറഞ്ഞ പോലെ പൈസ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് നല്ല വഴിയിലൂടെ അല്ല എന്നുള്ള ചിന്ത തോന്നുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് അത് ഒഴിവാക്കുക. എല്ലാം ഹാർഡ് വർക്കിലൂടെ വരുന്നത്, അവരെടുക്കുന്ന ഡിസിഷൻസിന്റെ പ്രകാരം, അവരെടുക്കുന്ന എഫേർട്ടിന്റെ പ്രകാരമാണ് ഇതൊക്കെ വരുന്നത്. പെട്ടെന്ന് ഒരാൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കണ്ണ് തുറക്കുമ്പോൾ കണ്ണിന്റെ മുന്നിൽ പൈസ വരില്ല. നമ്മൾ പറയില്ല പൈസ കായ്ക്കുന്ന മരം ഒന്നും ഇല്ല എന്ന് പറയില്ല, സത്യമാണ്. അത് കുലുക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമല്ല ഇത്. ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത്, നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത്, നല്ല നല്ല ഡിസിഷൻസ് എടുത്ത്, ഹാർഡ് വർക്ക് ചെയ്ത് സമയം എടുത്ത് വരുന്ന കാര്യം തന്നെയാണ്. ഓരോ കാര്യത്തിനും അതിൻ്റെതായ എഫേർട്ട് അവിടെ വരുന്നുണ്ട്, അവരുടേതായ ഹാർഡ് വർക്ക് അവിടെ വരുന്നുണ്ട്. ഒരാൾക്കും ഒന്നും വെറുതെ കൊണ്ടുവന്ന് കൊടുക്കില്ലല്ലോ, ആർക്കും ഒന്നും വെറുതെ കിട്ടില്ല. ഇത് അവരുടെ എഫേർട്ടിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. നമ്മൾ ആ വഴിയിലൂടെ പോകുമ്പോഴേ നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവും. നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ട്, നമ്മൾ അത്രത്തോളം എഫേർട്ട് എടുത്ത്, നമുക്ക് കുറച്ച് ക്യാഷ് വന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ലക്ഷറിയസ് ആയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങണം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുകയാണ്, നമ്മുടെ ഓരോ കാര്യങ്ങൾ മാറ്റം വരുമ്പോ നമ്മളെ നോക്കി ആളുകൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഫീൽ ചെയ്യുക? അയാൾക്ക് അടുത്തത് എന്താ പറയുന്ന, അഹങ്കാരാണ് പറയും. കുറച്ച് പൈസ വന്നപ്പോ അഹങ്കാരം കൂടിയെന്ന് പറയും, അല്ലേ? സ്വാഭാവികമായിട്ട് ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ അത്. പക്ഷെ അവിടെ അങ്ങനെ നമുക്ക് ചിന്തയുണ്ട്, ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്, അത് കംപ്ലീറ്റ്ലി മാറ്റി വെക്കുക. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അവരുടെ അത്രയും നാളത്തെ ആഗ്രഹങ്ങളാണ് അവര് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കുറച്ച് പൈസ കയ്യിൽ വന്നപ്പോ അവർക്ക് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ അത്രയും നാളും കൂട്ടിവെച്ച ആഗ്രഹങ്ങളാണ് അവർ പൂർത്തീകരിക്കുന്നത്. അത്രയും നാൾ അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആഗ്രഹങ്ങളാണ് കയ്യിൽ ക്യാഷ് വന്നപ്പോ ആരോടും ചോദിക്കണ്ടല്ലോ, നമ്മുടെ സ്വന്തം ക്യാഷ് അല്ലേ, അത് പൂർത്തീകരിക്കുന്നത് അവരുടെ ആഗ്രഹങ്ങളാണ്. നമുക്ക് ചെറിയ ചെറിയ പ്രായം തൊട്ടിട്ടേ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, അല്ലെ? എത്ര ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും പൈസ ഇല്ലാത്തതിന്റെ പേരില്. അതിൽ പൈസ ഉണ്ട്, പക്ഷെ ഇതല്ല ഞാൻ റൈറ്റ് ടൈം, ഞാൻ കുറച്ചും കൂടിയും ഇപ്പൊ ഞാൻ ഇത് എടുത്തു കഴിഞ്ഞാൽ എന്റെ മറ്റുള്ള കാര്യങ്ങൾ നടക്കില്ല എന്ന രീതിയിൽ ഇത് മാറ്റി വെക്കുന്ന എത്ര ആളുകൾ ഉണ്ടാവും. അങ്ങനെ ഓരോ ആഗ്രഹങ്ങളും മാറ്റി വെച്ച് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആവുകയാണ്. നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചാലും എടുത്താലും തീരാത്തത്ര സമ്പത്ത് നമ്മുടെ കയ്യിൽ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എടുക്കും. അതൊരിക്കലും അഹങ്കാരമായിട്ട് കാണരുത്. അത് നമ്മുടെ ആവശ്യം, അവരവരുടെ ആവശ്യങ്ങൾ, അത് നമ്മുടെ കാര്യമാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളും, അത് അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ റിച്ച് പീപ്പിൾ ആർ നോട്ട് ബാഡ്.
അവരവരുടെ എഫേർട്ടിന്റെ ആഫ്റ്റർ എഫക്റ്റ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അതിലേക്ക് എത്തണം. ഇനി നമുക്കാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ കയ്യിൽ ക്യാഷ് വന്നു അപ്പൊ നമ്മളത് ചെലവാക്കുമ്പോൾ ആളുകൾ എന്ത് തോന്നും, അവരെന്താ പറയാന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നേ, നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നേ. അത് ഒരിക്കലും ഒരു മോശം കാര്യമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ശരി, നമ്മുടെ എഫേർട്ട്, നമ്മുടെ ഹാർഡ് വർക്ക്, ഇതൊന്നും നമ്മൾ എവിടെയും കാണിക്കുന്നില്ലല്ലോ. എല്ലാവർക്കും എപ്പോഴും നമ്മൾ നമ്മുടെ ഹാർഡ് വർക്കും എഫേർട്സും കാണിച്ചുകൊണ്ടിരിക്കുവോ? ഇല്ലല്ലോ. ആർക്കും അറിയില്ല ഇതൊന്നും. നമ്മള് സക്സസ്ഫുൾ ആയി അച്ചീവ് ആയി നിൽക്കുന്ന ഒരു മൊമെന്റ്സ് മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ. അതിന്റെ മുമ്പുണ്ടായിരുന്ന ഹാർഡ് വർക്ക്സും ആ ഒരു എഫേർട്ടൊന്നും ആരും അധികം അറിയില്ല. അടുത്ത് നിൽക്കുന്ന കുറച്ച് പേർക്ക് അറിയുന്നല്ലാണ്ട് എല്ലാവർക്കും ഇതൊന്നും അറിയില്ല. സോ നമ്മൾ അവിടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നും വിശ്വസിക്കൂല. അപ്പൊ നമ്മുടേതായിട്ടുള്ള ശരികൾ, നമ്മുടേതായിട്ടുള്ള നമ്മൾ വന്ന വഴികൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. സോ ഈ പറഞ്ഞ പോലെ അതൊരു മോശം കാര്യമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുകയാണ്, നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ സാക്ഷാത്കരിക്കുകയാണ്. പ്രൗഡ് മൊമെന്റ് ആണ്. ഓക്കെ, പ്രൗഡ് മൊമെന്റ് ആണ്. അപ്പോ കയ്യിൽ ക്യാഷ് വന്നു കഴിഞ്ഞാൽ അതൊരു മോശം കാര്യമല്ല. ഏറ്റവും സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കോൺഫിഡൻസോട് ഇരിക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആണ് കയ്യിൽ ക്യാഷ് ഉണ്ടാവുക. ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാവും കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ. അത് രണ്ടും വ്യത്യാസം മനസ്സിലാവുമ്പോഴേ അറിയുള്ളൂ. കാരണം ഒന്നും ഇല്ലാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ കുറച്ച് കയ്യിൽ ക്യാഷ് ഉണ്ട് കുറച്ച്, പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ എന്നുള്ള ചോദ്യം ഉണ്ടാവും. അതേസമയം എടുത്താലും തീരില്ല, അത് അവിടെ സേഫ് ആണ് എന്നുള്ള രീതിയിൽ ഒരു മൊമെന്റ്സിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ കിട്ടുന്ന കോൺഫിഡൻസ് ഭയങ്കര വലുതായിരിക്കും. ഒരു പേടി ഉണ്ടാവില്ല, ഒന്നിനെയും പേടി ഉണ്ടാവില്ല. ബിക്കോസ് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അവിടെ വരുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു മോശം കാര്യമല്ല. നമുക്ക് കിട്ടുന്ന നമ്മുടെ കോൺഫിഡൻസിന്റെ പവർ ആണ് അവിടെ കാണിക്കുന്നത്. അത് വെറുതെ കിട്ടിയതല്ല, അത്രത്തോളം എഫേർട്ട് ഇട്ടിട്ട് കിട്ടിയത് തന്നെയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോ കിട്ടിയ ക്യാഷ് അല്ല അത്. നല്ല രീതിയിലുള്ള ഹാർഡ് വർക്കും എഫേർട്ടും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കുറെ മാറ്റി വെച്ചതും കുറെ ത്യജിച്ചതും ഒക്കെ അതിലുണ്ടാവും. കുറെ വിഷമിച്ചതും, ഇതിന്റെ എല്ലാത്തിനെയും കഥകൾ പറയാനുണ്ടാകും. ഇൻസൾട്ടഡ് ആയി നിന്നതും എല്ലാം പറയാനുണ്ടാവും. എല്ലാത്തിനും ശേഷം തന്നെയാ ഈ ഒരു മൊമെന്റിലേക്ക് എത്തുന്നത്. സോ അതൊരു മോശം കാര്യമല്ല എന്നുള്ളതാണ് സത്യം. ഇനി ഇൻ കേസ് ഇതല്ലാതെ മേ ബി ഫാമിലി ബേസ് ചെയ്തിട്ട് ആദ്യം തൊട്ടേ ഒരുപാട് ക്യാഷ് ഉണ്ട് അല്ലെ, കംപ്ലീറ്റ്ലി പ്രിവിലേജഡ് ആയിട്ടുള്ള കുട്ടികളും ആളുകളും ഒക്കെ ഉണ്ടാവും. അവരത് അവരുടെ കുറ്റമാണോ അങ്ങനെ പൈസ ഉണ്ടായത്? അത് പ്രിവിലേജഡ് ആണ്. സോ ദേ ആർ ലക്കി. അതിന് നമ്മള് ഈ പറഞ്ഞ പോലെ അതൊരു മോശം കാര്യമല്ലല്ലോ, നല്ല കാര്യമല്ലേ. നമുക്ക് ലഭിച്ചില്ല അവർക്ക് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് അതൊരു മോശം കാര്യമാവില്ലല്ലോ. സോ ഇതൊക്കെ എന്താണ്, നല്ല നല്ല കാര്യങ്ങളാണ്. അവിടെ നമ്മള് അവരൊരു ബാഡ് ആണ് അല്ലെങ്കിൽ അത് അങ്ങനെയാണ് എന്ന് നമ്മൾ ബ്ലെയിം ചെയ്യുന്നു, അങ്ങനെ നമുക്ക് ചിന്തയുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അത് ഒഴിവാക്കിയാലേ നമുക്കും അങ്ങനെ ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു ബൗണ്ടറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ പോവാ നല്ലത്, കയ്യിൽ ക്യാഷ് ഉണ്ടായാൽ ശരിയാവില്ല എന്നുള്ള ചിന്ത തോന്നിക്കൊണ്ടിരിക്കും. അതല്ല അതിന്റെ സത്യം. ക്യാഷ് ഉണ്ടെങ്കിൽ കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവൽ ഓഫ് കോൺഫിഡൻസ് ആണ്. ഇപ്പൊ ഈ കാണുന്ന പോലെയൊന്നും ആവില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഒരു എഫക്ട് എത്രത്തോളാണെന്ന് മനസ്സിലാവുള്ളൂ, ഇമ്പാക്ട് എത്രത്തോളാണെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ അടുത്തത് എന്താ, ഗോസിപ്പിംഗ്. അത് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ? വാട്ട് യു തിങ്ക്? Gossip. എല്ലാ മേഖലയിലും ഉണ്ട്.
എല്ലാ മേഖലയിലും ഉണ്ട്, എവിടെയും ഇല്ലാത്തതായിട്ടില്ല. പക്ഷെ നമ്മൾ തീരുമാനിച്ചാൽ നമ്മളിൽ നിന്ന് അത് ഒഴിവാക്കാം. അവരെന്താ ചെയ്യുന്നേ, അവരത് എന്തിനാ ചെയ്യുന്നേ, ഈ രീതിയിൽ ഓരോരുത്തരുടെ ലൈഫിലോട്ടും ഇറങ്ങിച്ചെന്ന് ചൂഴ്ന്നെടുക്കേണ്ട ആവശ്യം, ആ ഒരു സംഭവം നമുക്ക് വേണ്ടല്ലോ. എന്തിനാ വെറുതെ കുറെ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് ഇങ്ങനെ ആവാഹിച്ചെടുക്കുന്നേ? അത് ശരിയായ കാര്യമല്ലല്ലോ. നമുക്ക് നമ്മുടേതായ വഴികൾ പോവാനുണ്ട്, നമ്മുടേതായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിൽ ഫോക്കസ് ചെയ്താൽ പോരെ. വലുതോ ചെറുതോ എന്നല്ല, ചെറിയ ഗോസിപ്പാണോ വലിയ ഗോസിപ്പാണോ എന്നുള്ളതില്ല, അതിന്റെ ആവശ്യമേ ഇല്ല. സോ നോക്ക്, അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് നോക്ക്, ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് അവരുടെ ഡിസിഷനാണ്, അവരുടെ ആഗ്രഹമാണ്. അവിടെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ നമുക്ക് യാതൊരുവിധ റൈറ്റ്സും ഇല്ല. ഓരോ വ്യക്തികളും ഇൻഡിവിജ്വൽ അല്ലേ, വ്യത്യസ്തരാണ്. Yes. ഓരോ ആളുകളും ഇൻഡിവിജ്വൽ ആണ്, അവർ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർത്തീകരിക്കുകയാണ്. ഇനി അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവരെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. മേ ബി അത് ശരിയായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായിരിക്കാം, അത് അവരെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എക്സ് വൈ എന്താണെങ്കിലും അതിന്റെ കോൺസിക്വൻസ് എല്ലാം, അതിന്റെ എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസ് എല്ലാം അവരാണ് ഏറ്റെടുക്കേണ്ടത്. നമുക്ക് അതിൽ യാതൊരു റോളും ഇല്ല. പിന്നെ അവിടെ നമ്മൾ അത് അങ്ങനെ സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് നെഗറ്റിവിറ്റി സ്പ്രെഡ് കിട്ടി എന്നല്ലാതെ അവിടെ നമുക്കൊന്നും ലഭിക്കാനുമില്ല. അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ നൈബേഴ്സ് ആണോ, അല്ലെങ്കിൽ ലോകത്തിൽ നിൽക്കുന്ന ഏതൊരാളാണോ, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ആളാണോ, അങ്ങനെയൊന്നുമില്ല. ആരാണെങ്കിലും, ആരെ പറ്റിയാണെങ്കിലും ഈ തരത്തിലുള്ള ഗോസിപ്പിംഗിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി വളരെ വലുതായിരിക്കും. ഗോസിപ്പിംഗ് നടക്കുന്ന സർക്കിളിൽ നിന്നും നമ്മൾ ആ സമയത്ത് മാറി നിൽക്കുക. നമ്മൾ അതിൽ ഇടപെടാൻ താല്പര്യമില്ല, അവരത് പറയാണ്, നമ്മളെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിന്നാൽ മതി. സോ അത് അവരുടെ ഇഷ്ടമാണ്, അവര് പറയുക എന്നുള്ളത്. അവരെയും നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഡിസിഷൻസും നമ്മുടെ തീരുമാനങ്ങളും, നമുക്ക് അവര് പറയുന്നത് എന്ത് മോശമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ട് അവരെയും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരുടെ ഡിസിഷൻ എന്ന് അവര് മാറ്റാൻ തീരുമാനിക്കുന്ന അന്ന് അവര് മാറിക്കോളും. നമ്മൾ മാറാൻ തീരുമാനിച്ചു, നമ്മൾ അവിടെ നിന്ന് മാറിപ്പോവുക. നമ്മളത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഗോസിപ്പിങ്ങിലോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല, നമ്മളത് പറയേണ്ട ആവശ്യമില്ല. ഫോക്കസ് ഓൺ അവർ ലൈഫ്, നമ്മുടെ ലൈഫുമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പോവുക. മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്താണ് ചെയ്തത്, അവരെന്തിനാണ് അങ്ങനെ ചെയ്തത്, അവരെങ്ങോട്ടേക്കാണ് പോകുന്നത്, ഈ രീതിയിലുള്ള സംശയങ്ങളോ ചോദ്യങ്ങളോ യാതൊരുവിധ പ്രസക്തിയും ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? Yes or no? Yes. Yes, ma'am. Yes. അടുത്തത് എന്താണ്? ഐ ഡോണ്ട് ഹാവ് സപ്പോർട്ട്. എനിക്ക് സപ്പോർട്ട് ഇല്ല എന്നുള്ളത്. ഐ ഡോണ്ട് ഹാവ് പ്രോപ്പർ സപ്പോർട്ട്. എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് സപ്പോർട്ട് ഇല്ല എന്നുള്ളത്. എനിക്ക് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്റെ വൈഫ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്റെ പാരന്റ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്റെ മക്കൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, സൊസൈറ്റി സപ്പോർട്ട് ചെയ്യുന്നില്ല. These all are excuses. ഇതൊക്കെ എന്താണ്? എക്സ്ക്യൂസസ് ആണ്. നമ്മൾ എത്രത്തോളം പാഷനേറ്റ് ആണോ, നമുക്ക് എത്രത്തോളം ആഗ്രഹമുണ്ടോ, ഗോ ഫോർ ഇറ്റ്. അവിടെ നമ്മൾ സപ്പോർട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാൽ വെയിറ്റ് ചെയ്തിരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. ദെൻ നമ്മൾ അത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ അത്രത്തോളം പാഷനേറ്റ് ആണ്, നമ്മൾ അത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ എഫേർട്ട് കാണുന്നുണ്ട്, ദെൻ ബാക്കി സപ്പോർട്ടൊക്കെ വഴിയെ വന്നോളും. ഇനി സപ്പോർട്ട് ഇല്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. ഇനി ഒരിക്കലും ഒരു സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല, ഇറ്റ്സ് ഓക്കെ ഫോർ ദാറ്റ്. നമ്മൾ നമ്മുടേതായ തീരുമാനങ്ങൾക്ക് അനുസരിച്ചിട്ടാ ചെയ്യുന്നത്, ഡിസിഷൻസ് അനുസരിച്ചിട്ടാ ചെയ്യുന്നത്.
അല്ലേ? അവിടെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാ ചെയ്യുന്നത്, ഡിസിഷൻസ് തീരുമാനങ്ങളാ ചെയ്യുന്നത്. അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഇരുത്തം കിട്ടുമെന്നല്ലാണ്ട് അവിടുന്ന് അപ്പുറത്തോട്ടൊന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അവിടെ ബ്ലോക്കായി കിടക്കുമെന്നല്ലാതെ യാതൊരുവിധ നേട്ടവും അവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഓക്കെ, എപ്പോഴും പറയുന്ന കാര്യമാണല്ലോ അല്ലേ, നമ്മൾ ചെയ്യാൻ തുടങ്ങിയ പക്ഷെ ഇവര് സപ്പോർട്ട് ചെയ്യുന്നില്ല, സോ ഞാൻ എന്ത് ചെയ്യും? ഇവര് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ശ്വാസം വലിക്കണം, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഉണ്ടാവും? ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള കാര്യമല്ലേ ശ്വാസം എടുക്കുക എന്ന് പറയുന്നത്, ബ്രീത്ത് ചെയ്യുക എന്ന് പറയുന്നത്. ബ്രീത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോവില്ലേ? താങ്ക് യു രഹന മാം. ഓക്കെ, ബ്രീത്ത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവൻ തന്നെ നഷ്ടമാകും ഇല്ലേ? ജീവൻ തന്നെ നഷ്ടമാവുന്ന അവസ്ഥയിലോട്ട് വരും. സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്, ഞാൻ ബ്രീത്ത് ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ അവിടെ നഷ്ടം വരുന്നത്? ദാറ്റ് ഈസ് ദ തിങ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താണ്, നമ്മുടെ ഡിസിഷൻസ്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നഷ്ടമായിരിക്കാൻ നമുക്ക് മാത്രമാ, മറ്റാർക്കും അവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. ഇപ്പൊ റീസെന്റ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇന്നലെ തന്നെ 2 മരണങ്ങൾ സംഭവിച്ചു. ഈ ഒരു വീക്കിൽ 3 എണ്ണം സംഭവിച്ചു. നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ്? ലാക്ക് ഓഫ് സപ്പോർട്ട്. അവരുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി പോയി. ആ ഒരു ഡിസിഷനിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ, സൂയിസൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഡിസിഷനിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അവർ കടന്നു പോയിട്ടുള്ള വഴികൾ അത്രത്തോളം ക്രൂരമായിരിക്കും. പെട്ടെന്ന് എടുത്ത ഒരു ഡിസിഷൻ ഒന്നും ആയിരിക്കില്ല. പക്ഷെ അവിടെ അവർ ഈ പറഞ്ഞ പോലെ എനിക്ക് ആരുടെ സപ്പോർട്ട് ആവശ്യമില്ല, ഞാനിത് എന്റെ ഡിസിഷനാണ്, ഞാൻ എന്ത് ചെയ്യാണ്? ഒരാളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അവരിത് ചെയ്യില്ലായിരുന്നു. കേപ്പബിലിറ്റി നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാ, അത്രത്തോളം ബ്ലെയിമിങ് സംഭവിച്ചത് കൊണ്ടാ ഇവിടെ നിന്നും ഒരു സപ്പോർട്ട് ലഭിക്കുന്നില്ല. പറയുമല്ലോ, ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കേസസ് വരുമ്പോ സ്വാഭാവികമായിട്ടും ആദ്യം വരുന്നത് എങ്ങനെയാണോ, ഈ പെൺകുട്ടിയുടെ വീട്ടുകാരായിരിക്കും മുമ്പോട്ട് വരിക. അത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ? അവർക്കായിരിക്കും ആദ്യം പരാതി ഉണ്ടാവുക. ദെൻ മരണപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ ഇവരെവിടെയായിരുന്നു? ഒരു ചോദ്യം തന്നെയാ. അത്രയും വേണ്ട രീതിയിലൊരു സപ്പോർട്ടീവ് എലമെന്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ സംഭവമേ സംഭവിക്കില്ലായിരുന്നു. അവിടെ നാട്ടിൽ നടക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളും ഓരോ ആ രീതിയിലാണ് ഇൻജെക്ട് ചെയ്യുന്നത്. പെൺകുട്ടികൾ ആ രീതിയിലാണ് ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കിട്ടുന്ന ആ ഈ പറഞ്ഞ പോലെ ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും ജീവിക്കണം എന്നുള്ള രീതിയിൽ, ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ജീവിക്കണം, നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കാൻ കേപ്പബിൾ ആയിട്ട് വേണം കുട്ടികൾ വളർന്നു വരാൻ, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കണം വളർന്നു വരാൻ. അവിടെ ഈ ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇൻജെക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ പാരന്റ്സിന്റെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് വേണം. ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ഒരാൾ ജീവിക്കുക എന്നുള്ള ചോദ്യം വരുമ്പോഴൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും നമ്മുടെ ലൈഫാണ്, നമുക്ക് ജീവിക്കണം, അവിടെ നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ. യു ഹാവ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ ഉണ്ട്, ഇനി എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും ജോലി ചെയ്യാൻ ഈ ലോകത്ത് പല വഴികളും ഉണ്ട്. ജോലി ചെയ്ത് ജീവിക്കാലോ, ആരോഗ്യമുണ്ടല്ലോ, തീരുമാനങ്ങൾ എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടല്ലോ. ദെൻ
then why? പിന്നെ എന്തിനാ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളെ കേപ്പബിൾ ആക്കാൻ ആ ഒരു രീതിയിൽ വേണം, ഈ രീതിയിൽ വേണം ഇൻജെക്ട് ചെയ്യേണ്ടത്. അല്ലാതെ സപ്പോർട്ടീവ് ആയിട്ട് ഒരു എലമെന്റ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം നടക്കുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കരുത് ഒന്നും. ഒരു സംഭവം സംഭവിച്ചതിന് ശേഷം അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, പിന്നെ കേസായി, ബഹളായി, പ്രശ്നങ്ങളായി. ഇതൊക്കെ മുമ്പേ ചെയ്യായിരുന്നല്ലോ. മരണപ്പെടുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ആ ഒരു കുട്ടി ആ അതിലോട്ട് എത്തുമ്പോ, അല്ലെങ്കിൽ മരണപ്പെടുക എന്നുള്ള രീതിയിൽ സൂസൈഡ് ചെയ്യുക, ഇനി ജീവിക്കേണ്ട എന്നുള്ള ഡിസിഷൻ എടുക്കണമെങ്കിൽ അത്രത്തോളം ബ്ലെയിമി സഹിച്ചത് കൊണ്ടാണ് അതിരുന്നത്. യാതൊരുവിധ ഹോപ്പും ഇല്ലാതെ, എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അവരങ്ങനെ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഹോപ്പ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരങ്ങനെ ചെയ്യില്ല. ആ ഹോപ്പ് നഷ്ടപ്പെടുന്നത് എങ്ങനെയാ? ഈ പറഞ്ഞ പോലെ ഒരാളുടെ സപ്പോർട്ടും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു കേപ്പബിലിറ്റി അവർക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അവർക്ക് ആരുടെയെങ്കിലും ഒരാളുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് കൂടെ വേണം എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ്. ഈ സപ്പോർട്ടീവ് എലമെന്റ് ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റണം, ഒരാളുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റണം. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഒരാളുടെ സപ്പോർട്ട് കൂടിയിട്ടില്ല, നമ്മൾ ഒറ്റയ്ക്കല്ലേ വരുന്നത്. ജനിക്കുന്നത് ഒറ്റയ്ക്കാണ്, മരണപ്പെടുന്നത് ഒറ്റയ്ക്കാണ്. ദെൻ അതിന്റെ ഇടയിൽ സപ്പോർട്ട് വേണം എന്നുള്ള നിർബന്ധം എന്തിനാ? സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ? ഇനി സപ്പോർട്ട് കിട്ടി, ദാറ്റ്സ് ബോണസ്, ഒരു ബോണസ് ആയിട്ട് കാണണം. മേ ബി ചിലവർക്കൊക്കെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലഭിക്കാറുണ്ട്, പ്രിവിലേജ്ഡ് ആയിരിക്കും. അത് നമുക്ക് കിട്ടുന്ന ഒരു ബോണസ് ആണ്. ഈ ബോണസ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ? ലൈഫിനെ അവസാനിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ലൈഫ് സ്റ്റക്കായി നിർത്തേണ്ട ആവശ്യമുണ്ടോ? ലൈഫ് മുന്നോട്ടേക്ക് പോകേണ്ടതല്ലേ? അതിന്റെ ഇടയിൽ നമുക്ക് കിട്ടുന്നതെല്ലാം നമുക്ക് കിട്ടുന്ന ബോണസുകളായിട്ട് കാണുക, ദെൻ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഇറ്റ്സ് ഹാർഡ് ടു ബിലീവ്. അങ്ങനെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ശരിയാണ്. മേ ബി എല്ലാ റിലേഷൻഷിപ്പും ഒന്നും എന്തായിരിക്കില്ല. റിലേഷൻഷിപ്പിൽ നിന്നും ഇറങ്ങി വരിക എന്നുള്ളത് കുറച്ച് ഹാർഡ് ആയിരിക്കാം. പക്ഷെ ആ ഒരു ഡിസിഷൻ നിങ്ങൾ എപ്പോ എടുക്കുന്നു അവിടെ തൊട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആയി തുടങ്ങും. ഒരിക്കലും അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന രീതിയിൽ എവിടെയും നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ആരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? ലൈഫ് ലോങ് ജീവിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ലൈഫ് എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അവിടെ ഒരാളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കുറെയൊക്കെ ഇപ്പൊ മാറ്റമുണ്ട്. ഇപ്പൊ ഈ ഒരു ജനറേഷനിൽ നിന്നും ഇനി വരുന്ന ജനറേഷനുകളിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. കാരണം കുറെയൊക്കെ ആളുകൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ന്യൂ പാരന്റ്സ് റിയലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് തന്നെ അവർ അവരുടെ കുട്ടികളെ വളർത്തുന്നത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഫാമിലി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, സപ്പോർട്ടീവ് എലമെന്റ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഈ രീതിയിലായിരുന്നു പെൺകുട്ടികളെ ഇൻജെക്ട് ചെയ്ത് വളർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ മാറ്റമുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും. സോ ഈ പറഞ്ഞ പോലെ ഒരു രീതിയിലുള്ള സപ്പോർട്ട് ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റണം. എല്ലാവർക്കും പ്രിവിലേജ്ഡ് ആയിട്ട് ബോണസോട് കൂടി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കിട്ടിക്കൊള്ളണം എന്നില്ല. ഇത് കിട്ടാത്ത കേസുകളിൽ നമ്മൾ എന്തിനാ സ്റ്റെക്കായി നിൽക്കേണ്ട ആവശ്യം? എല്ലാവരുടെ കേസിലും അല്ല, എല്ലാവർക്കും ആയിരിക്കില്ല. സക്സസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്ന ഒരുപാട് 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 ആളുകളുണ്ട്, ഒരുപാട് റിലേഷൻഷിപ്പുകളുണ്ട്. ഇതല്ലാത്തതും ഉണ്ട്. ഇതല്ലാത്ത കാര്യങ്ങൾ വരുമ്പോ അത് നമ്മുടെ കുറ്റമല്ലല്ലോ അങ്ങനെ ഒരു സംഭവം വന്നത്. നമ്മളോട് ഒരാൾ ടോക്സിക് ആയി പെരുമാറുന്നത് നമ്മുടെ കുറ്റം കൊണ്ടാണോ? അല്ല, അത് അവരുടെ കുറ്റം കൊണ്ട്. അവർ ടോക്സിക് ആയതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അത് നമ്മുടെ തെറ്റല്ല. നമ്മുടെ തെറ്റല്ലാത്തൊരു കാര്യത്തിന് എന്തിനാ നമ്മൾ എന്ത് ചെയ്യണം, സഹിച്ചുകൊണ്ടിരിക്കണം? എന്തിനാ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് എടുക്കണം? അപ്പൊ നമ്മൾ ഡിസിഷൻ എടുത്ത് മാറി പോകുന്നതല്ലേ ബെറ്റർ, മൂവ് ഓൺ ചെയ്യുന്നതല്ലേ ബെറ്റർ. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ തീരുമാനങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ലഭിക്കും.
ഒരുപാട് പ്രശ്നങ്ങൾക്ക് അവിടെ സൊല്യൂഷൻ ലഭിക്കും. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? കോൺഫിഡൻസ്. സപ്പോർട്ട്, അല്ലേ? സപ്പോർട്ട് ഇല്ലെങ്കിലും ജീവിക്കണം. എനിക്ക് സപ്പോർട്ടിന്റെ ആവശ്യമില്ല, കോൺഫിഡൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതന്നെ വേണ്ടത്. ചെയ്യാൻ കഴിയും എന്നുള്ളത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്. അവിടെ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും, ആര് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല, ഇനി ആരൊക്കെ ബ്ലെയിം ചെയ്താലും എന്റെ ലൈഫാണ്, എന്റെ ലൈഫ് എങ്ങനെ പോകണം എന്നുള്ളത് എന്റെ ഡിസിഷൻ ആണ്. ഇനിയിപ്പോ ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ഏതൊരു കാര്യത്തിനാണെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുകയാണ്, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ആഗ്രഹമാണ്, ഗോ ഫോർ ഇറ്റ്. എനിക്ക് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്കത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് പോകുന്നത്. സോ ദെൻ ഞാൻ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യണം, എനിക്ക് വേറെ ഒന്ന് ചെയ്യണം, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവരാരും സപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരിൽ സാക്രിഫൈസ് ചെയ്യേണ്ടതാണോ നിന്റെ ലൈഫ്? അല്ലല്ലോ, ഇല്ലേ? നമ്മുടെ ലൈഫ് ആരും സപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരിൽ സാക്രിഫൈസ് ചെയ്യേണ്ടതല്ലല്ലോ. സോ നമുക്ക് ആരുടെ സപ്പോർട്ടും ആവശ്യമില്ല, നമുക്ക് നമ്മുടെ സപ്പോർട്ടാണ് വേണ്ടത്. ബേസിക് ആയിട്ട് വേണ്ടത് നമ്മുടെ സ്വന്തം സപ്പോർട്ടാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ആ ഒരു ഫോഴ്സിൽ വേണം നമ്മൾ മുന്നോട്ടേക്ക് പോവാൻ. ദെൻ കോൺഫിഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. മേ ബി അവിടെ സെറ്റ് ബാക്സ് സംഭവിക്കാം, ഡിസിഷൻസ് തെറ്റായിരിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, സ്ട്രഗിൾ ചെയ്യേണ്ടി വരാം. അവിടെ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം, ദീസ് ആർ ഫ്രം മൈ ഡിസിഷൻസ്, എന്റെ ഡിസിഷൻസിൽ നിന്ന് വന്നതാണ് ഇതെല്ലാം. സോ ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് തിരിച്ചു വരാൻ ഞാൻ തയ്യാറാണ്. സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ തിരിച്ചു വരും. എത്രത്തോളം എന്നെ ബാധിച്ചാലും, എത്രത്തോളം ഞാൻ തളർന്നു പോയാലും, എത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടിയാലും, ബ്രേക്ക് ഡൗൺ സംഭവിച്ചാലും, ഇതൊക്കെ സംഭവിക്കും. മനുഷ്യന്മാരാണ്, ഇമോഷൻസ് ആണ്, ഇതെല്ലാം സംഭവിക്കും. ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിൽ നിന്നും നമ്മൾ തിരിച്ചു വരും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായാൽ മതി. സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ തിരിച്ചു വരും. എത്ര ദിവസം ഇരിക്കും? എക്സ്പയർ ഡേറ്റ് ഇടുക, തിരിച്ചു വരിക. കംപ്ലീറ്റ്ലി എന്ത് ചെയ്യില്ല, എക്സ്പയർ ആയി പോവുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മേക്കിംഗ് ഡിസിഷൻ ബേസ്ഡ് ഓൺ മണി. മണി ബേസ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കുക. ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു, അല്ലേ? ക്യാഷ് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ? ഉണ്ടാക്കിയിട്ട് ചെയ്യണം. ക്യാഷ് ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം, എന്നിട്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടതല്ലല്ലോ, നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റി വെക്കേണ്ടതല്ലല്ലോ. ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ കാര്യം ചെയ്തു തീർക്കുകയല്ലേ വേണ്ടത്. ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഞാൻ ഓക്കെ ആയിരുന്നു. ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ല, ക്യാഷ് ഉണ്ടാക്കണം, അതിനുള്ള വഴി നോക്കണം, എന്നിട്ട് ഉണ്ടാക്കണം. വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, എഫേർട്ട് ഇടണം, തീരുമാനങ്ങൾ മാറ്റണം, സ്റ്റക്കായി നിൽക്കരുത്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക? ഗോ ഫോർ ഇറ്റ്. അത് നമ്മൾ അച്ചീവ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കുന്നത് എന്ത് ചെയ്യാം? പറ്റുക. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഉണ്ടെങ്കിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മൾ അത് ചെയ്യുക. ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യായിരുന്നു, ഇനിയിപ്പോ എന്തായാലും നടക്കില്ല എന്നുള്ള ഒരു വാക്കേ ഒഴിവാക്കിയിടുക. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യുക. നടക്കാത്തതായിട്ട് ഒന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലോട് നമുക്ക് എത്തുമ്പോഴേ നമുക്ക് അത് മനസ്സിലാവുള്ളൂ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒന്നുമില്ല. എല്ലാം സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം എല്ലാവർക്കും സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്.
അവിടെ നമ്മൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ റിസൾട്ട് ഉണ്ടാവുക എന്ന് മാത്രം. നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ടോ അതിനനുസരിച്ച് അതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കും. ഓക്കെ, നമ്മൾ എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് അതിനുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കും. നമ്മൾ എത്രത്തോളം പാഷനേറ്റ് ആണോ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കും. നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കും. സോ ദീസ് ആർ ഫ്രം അവർ ഡിസിഷൻസ്. നമ്മുടെ തീരുമാനങ്ങളിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നാണ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഓഫ് അവർ ലൈഫ് സംഭവിക്കുന്നത്. അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, ഗുഡ് ഓർ ബാഡ്, വാട്ട് എവർ ഇറ്റ് ഈസ്, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മുടെ തീരുമാനങ്ങളിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നതിനെ അക്സെപ്റ്റ് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലുള്ള വലിയ വലിയ ടെൻഷനുകളും ഒക്കെ നമ്മളോട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റക്കായി നിൽക്കുന്ന കാര്യങ്ങളൊന്നും വരില്ല. ബിക്കോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് ഇതെല്ലാം എന്റെ തീരുമാനത്തിൽ നിന്നാണ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതെന്റെ തീരുമാനത്തിൽ നിന്നാണ് വരുന്നത്. അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഐ ആം ദ റെസ്പോൺസിബിൾ. ആയിരിക്കണം അതിന്റെ റെസ്പോൺസിബിൾ. അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. അറിയാതെ പറ്റിപ്പോയി എന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. നമ്മൾ മറ്റേ കോൺഷ്യസ് അല്ലാതെ അൺകോൺഷ്യസ് ആയിട്ടൊന്നുമല്ലല്ലോ നമ്മൾ നടക്കുന്നത്. നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ നടക്കുന്നത്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാ. അറിയാതെ പറ്റിപ്പോയി എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ശ്രദ്ധിക്കാത്തത്. നമ്മൾ എടുത്ത തീരുമാനം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അവിടെ നമ്മളെ റെസ്പോൺസിബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. നമ്മൾ കോൺഷ്യസ് ആയിട്ടല്ലേ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത്, അൺകോൺഷ്യസ് ആയിട്ടല്ലല്ലോ പോകുന്നത്. അപ്പൊ അവിടെ എന്ത് തന്നെ സംഭവിച്ചാലും അത് നമ്മുടെ ഡിസിഷൻ ബേസ് ചെയ്തിട്ടാണ്. അവിടെ നമ്മൾ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ തന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇനി തെറ്റാണെങ്കിൽ അതിൽ നിന്ന് മാറി വരാനുള്ള ഡിസിഷൻ എടുക്കാനും നമ്മൾ തയ്യാറാവണം. ഓക്കെ, സോ ഈ 5 ഹാബിറ്റ്സ് ലൈഫിൽ നിന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ blaming others, believing rich people are bad, gossiping, I don't have support എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, മേക്കിംഗ് ഡിസിഷൻ ബേസ്ഡ് ഓൺ മണി, ഇങ്ങനെയുള്ള ഒരു 5 ഹാബിറ്റ് ലൈഫിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ മൈൻഡ് കുറച്ചുകൂടി സെറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ലൈഫ് ഒന്നുകൂടി ഈസി ആവുന്നത് കാണാൻ പറ്റും. ലൈഫ് ഒന്നുകൂടി ഈസി ആവുന്നത് കാണാൻ പറ്റും. ബ്ലെയിമിങ് അതേഴ്സ് മാറ്റിയാൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്ട് നമുക്ക് ലഭിക്കും. എല്ലാം അതിന്റെ ഡിസിഷൻസിനെ ബേസ് ചെയ്തിട്ടാ എന്ന് പറയുമ്പോൾ തന്നെ വല്ലാതെ നമ്മൾ എന്ത് ചെയ്യില്ലാന്നോ തളർന്നു പോവില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ആയി പോവില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടല്ലോ ലൈഫിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ ടെൻസ്ഡ് ആവില്ല, നമ്മൾ ബ്രേക്ക് ഡൗൺ സംഭവിക്കില്ല. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോഴല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓരോ കാര്യം നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി തോന്നും. ലൈഫ് ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നും. കുറച്ചുകൂടി പോസിറ്റിവിറ്റി നിറഞ്ഞു കിട്ടും. നെഗറ്റിവിറ്റി നമ്മളിൽ നിന്ന് കുറെ ഒഴിവായി പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതിന് കംപ്ലീറ്റ് ഒരു മൈൻഡ് ഷിഫ്റ്റ് തന്നെ ഇവിടെ സംഭവിക്കും. കംപ്ലീറ്റ് ആയിട്ട് ഒരു മൈൻഡ് ഷിഫ്റ്റ് തന്നെ ഇവിടെ സംഭവിക്കും. സോ ദെൻ ഗോ ഫോർ ഇറ്റ്. ഇത് നമ്മളെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ലൈഫിൽ നിന്ന് മാറ്റണം, മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യണം. ആർ യു റെഡി ഫോർ ദാറ്റ്? ഇതെല്ലാം ചെയ്യുമോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ ഹാബിറ്റ്സ് എല്ലാം ലൈഫിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ള രീതിയിൽ
റെഡി ആണോ? Yes, ma'am. റെഡി? Yes. യെസ് ഓർ നോ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്താലും മതി. Ready, ma'am. Okay. Thank you so much. So then ഇനി ഡൗട്ട്സോ ഇന്ററാക്ഷൻ ടൈം ആണ്. ടോപ്പിക് ബേസ് ചെയ്തിട്ടും അതല്ലാത്ത ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും ചോദിക്കാം. ഇല്ല, ഡൗട്ട്സ് ഒന്നും ഇല്ലായിരിക്കും. Doubt ആണ്. കുറച്ചും കൂടെ ലൈഫില് ആരും സപ്പോർട്ട് ഇല്ലെങ്കിലും എങ്ങനെ നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് ഒരു കുറച്ചുകൂടി ചിന്തിക്കാനായിട്ട് സാധിച്ചു ഈ ക്ലാസ് കേട്ടപ്പോൾ. താങ്ക് യു സോ മച്ച്. ആദ്യം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. EFT ചെയ്ത ശേഷം ഇതെന്നൊക്കെ ഇംപ്രൂവ്മെന്റ് കംപ്ലീറ്റ് മാറി. അതാണ്. ഇതെല്ലാം നമുക്ക് എല്ലാ മനുഷ്യനും ഉള്ളത് തന്നെയാണ്, ഇല്ലാന്നല്ല. നമ്മൾ ഗ്രാജുവലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് മൈൻഡ് മാറുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് ഇന്ന് കഴിഞ്ഞ നാളേക്ക് ഇത് മാറില്ല. പെട്ടെന്നൊരു ദിവസം കൊണ്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഗ്രാജുവലി നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗ്രാജുവലി ഇപ്പൊ നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമുക്ക് ബാധിക്കില്ല. ലെറ്റ്സ് ഗോ എന്ന് പറയാനുള്ള മൈൻഡ് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ട് അങ്ങനെ ഒരു മൈൻഡ് അത് നമുക്ക് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ? നമ്മൾക്ക് വേണ്ടത് മാത്രം നമ്മളെ എടുത്തിട്ട് മറ്റുള്ളവർ കളയാനുള്ളൊരു മാനസികാവസ്ഥയൊക്കെ EFT ചെയ്ത ശേഷം വന്നിട്ടുണ്ട്. ആരെന്ത് പറഞ്ഞാലും അത് മറ്റുള്ളവർ എന്ത് പറഞ്ഞോട്ടെ, നമുക്കതിനെ ബാധിക്കില്ലല്ലോ. ഇവിടെ EFT ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതുതായിട്ട് വരുന്നവർ, അവർക്കുള്ള ഒരു പ്രചോദനമാണിത്, ഇൻസ്പിറേഷൻ ആണ് ഈ വാക്കുകൾ. Then go for it. ഏറ്റവും ഈസി ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്, ഈസി ആയിട്ടുള്ള ഒരു മാർഗമാണ് EFT ചെയ്യുക എന്നുള്ളത്. EFT ചെയ്യുമ്പോൾ ഒത്തിരി വ്യത്യാസം വരും മാം. അത് ഇപ്പൊ ഒരു ഫ്രീ ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ടല്ലേ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റും. അതാണ് അതിൽ നമുക്ക് ഗ്രാജുവലി ഡെവലപ്മെന്റ് വരും. നമ്മുടെ മൈൻഡ് ക്ലിയർ ആവും. കാലത്ത് ഇപ്പൊ ഒരു അരമണിക്കൂർ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ റീഫ്രഷ്മെന്റ്, ഒരു എനർജറ്റിക് ആയിട്ട് വരും. അതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്നും റെഗുലറായിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ ശ്രമിക്കുന്നതും. കൺസിസ്റ്റൻസി അതിന് മെയിൻ ആണ്. ഡെയിലി ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോ എപ്പോഴെങ്കിലും കേൾക്കുമ്പോ നമുക്കത് തോന്നില്ല. പക്ഷെ ഡെയിലി നമ്മളിങ്ങനെ തന്നെ ഒരാൾ ഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഡെയിലി നമുക്ക് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങൾ ലൈഫിൽ സംഭവിക്കും. നമ്മൾ കുറച്ചും കൂടി കോൺഫിഡൻസ് നമുക്ക് കിട്ടും, നമുക്ക് കുറച്ചും കൂടി ഇംപ്രൂവ് ആവാൻ നമുക്ക് തോന്നും. ശരിയല്ലേ? എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരണ്ടേ? മോട്ടിവേഷൻ കിട്ടും, നല്ലപോലെ മോട്ടിവേഷൻ കിട്ടും. മോട്ടിവേഷൻ ലഭിക്കും. വരും. ജസ്റ്റ് സമയത്ത് പറ്റുന്നത് എനിക്ക് അങ്ങനെയല്ല. വല്ല മരണങ്ങളൊക്കെ കേട്ടാൽ എനിക്ക് ഭയങ്കര ടെൻഷനാ. ഇപ്പൊ അങ്ങനെയല്ല. അതെല്ലാം നമുക്ക് പോയി അറ്റൻഡ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് വരാനൊക്കെ പറ്റും. കാരണം എന്റെ അമ്മ മരിച്ച ശേഷം എനിക്ക് വല്ല ഈ മരണം വിട്ട് പോവുക അതെല്ലാം ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ ഇതെല്ലാം ചെയ്തതോടുകൂടി ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു മരണം വിട്ട് പോയി ആ കുട്ടിയെ കണ്ട് സമാധാനിപ്പിച്ചിട്ട് വരാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഇതിൽ തന്നെ വരുന്ന ഇമ്പ്രൂവ്മെന്റ് ആണ്, ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറയാൻ പറ്റും. നമ്മുടെ മൈൻഡിന് കിട്ടുന്ന ഒരു ഷീൽഡ് ആണത്.
നമ്മുടെ Shield ആണ്. മൈൻഡിന് നമുക്ക് ലഭിക്കുന്ന ഒരു ഷീൽഡ് ആണത്. ലൈഫിലെ പല എക്സ്പീരിയൻസുകൾ കൊണ്ടും നമുക്ക് ലഭിക്കും. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ മരണ വീട് അല്ലെങ്കിൽ മരണങ്ങൾ കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ആ ഒരു സിറ്റുവേഷൻസിലൂടെ നമ്മൾ ഡെഫിനറ്റ്ലി കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും നമ്മളെ വീട്ടിൽ ഇത് സംഭവിക്കുമ്പോൾ അല്ലേ. അതിനുശേഷം നമുക്ക് അതൊരു ഷീൽഡായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ആ ഒരു പേടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ റിയലൈസേഷനിലൂടെ നമ്മൾ അതിലൂടെ ഇറങ്ങി വരുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ മൈൻഡിന് എന്ത് ചെയ്യാണ്, ആ ഒരു ഷീൽഡ് ലഭിക്കുകയാണ്. എനിക്കുണ്ടായിരുന്നു ഈ പറഞ്ഞ ഒരുപാട് പേർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. എനിക്ക് ആദ്യം ഞാൻ ചെറുതാകുമ്പോഴൊക്കെ ഈ പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എവിടെയെങ്കിലും ആരുടെയും കേൾക്കുമ്പോൾ പേടി തോന്നും, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആ ഒരു ഇത് അറ്റൻഡ് ചെയ്ത് വന്നാലും അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിഷമമായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ദെൻ വെൻ ഇറ്റ് ഹാപ്പൻസ് ഓൺ മൈ ഓൺ ഹൗസ്, എന്റെ വീട്ടിൽ ഇത് സംഭവിച്ചപ്പോ അതന്നെ എനിക്ക് വീട്ടിൽ നമ്മൾ സംഭവിച്ചപ്പോ അതിലൂടെ തന്നെ പോവാണ്. അറ്റ് ഏജ് ഓഫ്, അതായത് എനിക്ക് അന്ന് എന്റെ വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അത്രയും വേണ്ടപ്പെട്ട ഒരാൾ എനിക്ക് മരണപ്പെടുക എന്ന് പറയുന്നത് എന്റെ 15ാമത്തെ വയസ്സിലാണ്. ഞാൻ 10th പഠിക്കുമ്പോഴാണ്. അതുവരെ നമുക്കിത് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സ് മരണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നൈബേഴ്സ് മരണപ്പെടുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മള് ഓരോ ന്യൂസുകൾ കാണും. ജസ്റ്റ് അവിടെ നിന്ന് നമ്മൾ മാക്സിമം പോവാതിരിക്കാനാണ് മാക്സിമം ശ്രമിക്കുക. കാരണം കുട്ടികളാണ്. പിന്നെ ആ ഒരു അത്രത്തോളം മനസ്സിന് കട്ടിയൊന്നുമില്ല, ഇങ്ങനെ പോവാതിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇത് സംഭവിക്കുമ്പോ എന്റെ ഗ്രാൻഡ് പാരന്റ് ആയിട്ടുള്ള ആളെ എനിക്ക് നഷ്ടപ്പെടുമ്പോഴാണ് ഞാനിത് റിയലൈസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഹാർഡ് ഫോർ അസ്. നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എന്റെ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ 15ാമത്തെ വയസ്സിലാണ് എനിക്ക് ആ നഷ്ടം എന്താണ് എന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. മരണപ്പെട്ടിട്ട് ഒരാൾ മരണപ്പെടുമ്പോൾ ഉണ്ടാവുന്ന നഷ്ടം എന്താണെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ആ ഒരു റിയലൈസേഷൻ ഇറ്റ്സ് ഹാർഡ് ഫോർ അസ്. നമുക്കത് ഭയങ്കര ഹാർഡായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഒരു ഷീൽഡ് ഉണ്ട്. റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. അതാണ് Yes. അതിനുശേഷം കിട്ടുന്ന ഒരു ഷീൽഡ് ഉണ്ട്. പിന്നീട് എനിക്ക് എന്ത് പ്രശ്നം വന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ മരണ വീട്ടിൽ പോവാൻ പ്രശ്നമില്ല, പേടിയില്ല, പ്രശ്നങ്ങൾ. കാരണം അത് നമ്മൾ ആ ഒരു ഗോയിങ് ത്രൂ ചെയ്ത്, കാരണം നമുക്കത് അവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുവരെ മരണ വീട്ടിൽ പോവാൻ പേടി ഉണ്ടായിരുന്ന ഞാൻ ഒരു ഹോൾ നൈറ്റ് കംപ്ലീറ്റ്ലി അവിടെ ഞാൻ സ്റ്റേ ചെയ്തു. അവിടെ സ്റ്റേ ചെയ്തതെന്ന് മാത്രമല്ല, എന്റെ ഗ്രാൻഡ് പാരന്റ് ഞാൻ അടുത്ത് തന്നെ ഇരുന്നു. എന്റെ 15ാമത്തെ വയസ്സിൽ അത്രയും പേടി ഉണ്ടായിരുന്ന സമയത്ത് പോലും നമുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നില്ല, നമ്മൾ പറ്റില്ല, നമ്മൾ ഇമോഷണലി ഭയങ്കര സ്റ്റക്കായി നിൽക്കുക. പക്ഷെ അതിനുശേഷം ആ ഒരു പേടി കംപ്ലീറ്റ് ആയിട്ട് മാറി. പിന്നെ അങ്ങനെ പേടിയില്ല, പിന്നെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നമ്മളത് ഒരു ഷീൽഡ് നമുക്ക് അതിലൂടെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിയലൈസേഷൻ ആണ്. അതിലൂടെ നമുക്ക് സോ അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അപ്പൊ അങ്ങനെ നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഓരോ ഗ്രാജുവലി ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഒരുപാട് മാറ്റങ്ങൾ വരും. അതെല്ലാം പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നു ഞാനും. പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ അതൊക്കെ ഞങ്ങൾ ഗ്രാജുവലി ഡെവലപ്മെന്റ് ആയി. ഇപ്പൊ ആരെന്ത് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചൂടാവാറില്ല. അത് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കേട്ട അത് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ. നമ്മളത് ഗ്രാജുവലി ഇംപ്രൂവ്മെന്റ് ആയിക്കൊണ്ടിരിക്കും. ഒരു ദിവസം സംഭവിക്കില്ല, ഒരു ദിവസം എന്തായാലും സംഭവിക്കില്ല. റെഗുലർ ആയിട്ട് പ്രാക്ടീസ് മോർ ദാൻ പ്രാക്ടീസ് ഗെറ്റ് ദാൻ ഗുഡ് റിസൾട്ട്. മേക്സ് എ മാൻ പെർഫെക്റ്റ്. പ്രാക്ടീസ് ആണ് ഒരു മനുഷ്യനെ പെർഫെക്റ്റ് ആക്കി മാറ്റുന്നത്. മാം ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നമ്മളെ ഹസ്ബൻഡില്ലേ, നമുക്ക് പേഴ്സണലായിട്ട് നമ്മളെ കാര്യങ്ങൾക്ക് പോലും നമുക്ക് സ്വന്തം തീരുമാനം എടുക്കാനും ഒന്നിനും സ്വാതന്ത്ര്യം തരാത്ത ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഇതെങ്ങനെ ചെയ്യേണ്ടത് നമ്മള്? എങ്ങനെയാ മനസ്സിലായില്ല? ഹസ്ബൻഡ് ഭർത്താവല്ലേ, നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾക്ക് പോലും നമുക്ക് തീരെ സമ്മതിക്കാതെ സ്വാതന്ത്ര്യം തരാത്ത ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഈ ഒരു കാര്യം നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് അവരെ നമ്മള് എക്സിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് കൈൻഡ് ഓഫ് ടോക്സിസിറ്റി ആണ് കാണിക്കുന്നത്. അത് നമ്മുടെ തെറ്റല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവര് നമ്മളോട് ടോക്സിക് ആയി പെരുമാറുന്നത് അല്ലെങ്കിൽ അവര് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ തെറ്റുകൊണ്ടല്ല.
ഇറ്റ്സ് ദെയർ ഫോൾട്ട്. അവരുടെ ഒരു ഫോൾട്ടാണത്, അവരുടെ തെറ്റിദ്ധാരണയാണത്. ഈ തെറ്റിദ്ധാരണ അത് മൂലം സംഭവിക്കുന്നതാണ്. സോ അത് നമ്മൾ നമ്മളിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ നമ്മൾ മൈൻഡിലുള്ള ചെയ്തിട്ട് മാറ്റണം. എങ്ങനെയാ? അവരുടെ കാരണം മൈൻഡിലുള്ള ട്രോമയാണ് നമ്മളോട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. അവരുടെ മൈൻഡിലുള്ള കാരണം ട്രോമയാണ് നമ്മളോട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ആരാ? ജമീല ആണല്ലോ അല്ലെ സംസാരിച്ചത്? അമ്പിളിയോ? അത് കാരണം നമ്മളുടെ ജീവിതത്തിലെ പല പറഞ്ഞോളൂ. സന്തോഷങ്ങളും നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലുള്ള കുടുംബ മീറ്റിങ്ങുകളും നമ്മുടെ പല സന്തോഷങ്ങളും നമുക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വരിക. നമ്മൾക്ക് സ്വയം ഒരു കാര്യം, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പോലും നമുക്ക് അനുവദിക്കാതെ എല്ലാ കാര്യത്തിലും ഏർപ്പെടുത്തിയിട്ടേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം തീരുമാനം എടുക്കാൻ പാടില്ലേ? എനിക്ക് മനസ്സിലായി. ഓക്കെ, പറഞ്ഞോളൂ. കൺട്രോളിന്റെ അല്ല, നമ്മുടെ കൺട്രോൾ എന്നല്ല പറയാം. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. നമ്മളെ കുടുംബകാര്യങ്ങള്, ഇപ്പൊ നമ്മളെ കുടുംബത്തിൽ പരിപാടി ഉണ്ടെങ്കിൽ കാരണം പറയാണ് അതിയായ ആഗ്രഹം, ഒരു കാരണവും ഇല്ലാതെ നമ്മളെ തടഞ്ഞു വെക്കുക. ഫുള്ള് നമ്മളുടെ കാര്യത്തിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് നമ്മുടെ സന്തോഷം നമുക്ക് എല്ലാം അങ്ങനത്തെ സമയത്ത് തീരുമാനം എടുക്കാന്നുള്ള ഭയങ്കര അവലാതി ഉണ്ട്. ചോദിച്ചത്. ഓക്കെ, അതെന്താന്ന് വെച്ചാല് സംഭവിക്കുന്നത്, അവിടെ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഫോൾട്ട് അല്ല. നിങ്ങൾക്ക് യാതൊരുവിധ ഫോൾട്ടും നിങ്ങളുടെ ലൈഫിൽ അവിടെ സംഭവിക്കുന്നില്ല. അത് അവരുടെ ടോക്സിസിറ്റിയാണ് അവരവിടെ കാണിക്കുന്നത്. അത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാല്, ആ ഒരു ഫംഗ്ഷന് പോകുമ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻസിഡന്റ് എന്താണോ അത് നിങ്ങളിൽ നിന്ന് മുടക്കി തരുമ്പോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വിഷമം ഉണ്ടല്ലോ, ആ വിഷമത്തിന് വേണ്ടിയിട്ടാ ചെയ്യുന്നത്. നിങ്ങൾ സന്തോഷിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. അവിടെ നമ്മൾ ചെയ്തേണ്ടിരിക്കുന്നത്, നമ്മള് വിഷമിച്ചിരിക്കും തോറും അവർക്ക് അത് പോസിറ്റീവാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ അവിടെ വിഷമിച്ചിരിക്കുന്നു, ശരി, നമ്മള് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മളോട് അത് പോണ്ട എന്ന് പറയും. ഒരു ആവശ്യമില്ല, പറഞ്ഞത് ശരിയാണ്. അത് അവരുടെ അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്, അവർ ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അവിടെ നമ്മൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള എൻകറേജ്മെന്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അത് പറ്റില്ല, നമ്മൾ പോകും എന്ന് പറഞ്ഞ് നമുക്ക് ഇറങ്ങാൻ പറ്റണം. അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് പറ്റില്ല. അത് ഓരോ കാര്യങ്ങൾക്കും ഓരോ ഡിസിഷൻസ് നമ്മൾ എടുക്കണം. എല്ലായ്പ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. അത് പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്കുള്ള എൻകറേജ്മെന്റ് ആണ്. അപ്പൊ വീണ്ടും 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 അത് ചെയ്തുകൊണ്ടിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഓക്കെ, പ്രശ്നമില്ല, ഓക്കെ, അത് പ്രശ്നമല്ല, ദെൻ വാട്ട് നെക്സ്റ്റ്, അടുത്തത് എന്താ നോക്കുക. ഇപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലൊന്നും ഞാൻ ജീവിക്കില്ലല്ലേ. ഈ ഒരു രീതിയിൽ നമ്മളൊരു ഷീൽഡിനാക്കി മാറ്റി നോക്കാം. അവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ, ഇറ്റ്സ് ഓക്കെ, അതിനെന്താ. ആ രീതിയിൽ നമ്മളൊരു ഷീൽഡാക്കി മാറ്റി കഴിഞ്ഞാൽ അവർക്ക് ഇതിലും ഒരു കാര്യമില്ല എന്നുള്ള രീതിയിലോട്ട് മാറും. അപ്പൊ അങ്ങനെ നമ്മളൊരു ഷീൽഡ് ആക്കിയിട്ട് നമുക്ക് ഇതൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല, പോയിട്ടില്ലെങ്കിൽ പോണ്ട. അപ്പൊ അങ്ങനെ നമ്മുടെ മൈൻഡിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ചെയ്യുമ്പോ, അതായത് അപ്പൊ ആ ഒരു എൻകറേജ്മെന്റ് അവർക്ക് കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വിഷമിക്കും തോറും വീണ്ടും ഓക്കെ, ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ട്, അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഇത് തന്നെ കൊണ്ടേയിരിക്കും. നമ്മൾ വിഷമിക്കുമ്പോൾ വീണ്ടും വീണ്ടും. അപ്പൊ നമ്മൾ വിഷമമില്ല, നമുക്ക് ഹാപ്പിയാണ്. എന്ത് തന്നെ സംഭവിച്ചാലും എന്നെ അതൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഷീൽഡ് ആക്കിയിട്ട് നമ്മൾ മാറ്റുക. ഗ്രേ റോക്ക് മെത്തേഡ് എന്നാ അതിന് പറയാം. ഇതിന് മെത്തേഡ് ഉണ്ട്, സൈക്കോളജിയിൽ ഇതിന് പറയുന്ന മെത്തേഡിന്റെ പേരാണ് ഗ്രേ റോക്ക് മെത്തേഡ് എന്ന്. അതായത് എന്ത് തന്നെ നമ്മൾ ടോക്സിക് ആയിട്ട് ബിഹേവിയറിൽ കൊണ്ടുവരുന്ന, റിലേഷൻഷിപ്പിൽ ടോക്സിസിറ്റി കാണിക്കുന്ന ഒരാളോട് നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഇത്, ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. എന്ത് തന്നെ സംഭവിച്ചാലും ഇതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല, ഞാൻ എവിടെയൊന്നും തളർന്നിരിക്കാൻ പോകുന്നില്ല. ആ രീതിയിൽ ഒരു പാറ പോലെ നിൽക്കുക എന്നാ പറയാ ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും നമ്മൾ മുഴുവനായിട്ട് ഒരു പാറ പോലെ ആക്കി മാറ്റുക. ഒന്നും നമ്മളിലേക്ക് തട്ടാൻ പോകുന്നില്ല. ഇതിവിടെ തട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഡബിൾ സ്പീഡിൽ അങ്ങോട്ടേക്ക് തിരിച്ചു വരും.
സോ നമ്മൾ അവിടെ സ്ട്രോങ് ആയി നിൽക്കണം. അതിനെന്താ എന്ന് പറയുമ്പോ അവർക്ക് തന്നെ എന്തായി തോന്നും, പക്ഷെ ഞാൻ ഇത്രയും ചെയ്തിട്ട് ഇവർക്കൊരു വിഷമം ഇല്ലേ, ഇത്രയും പറഞ്ഞിട്ട് ഒരു വിഷമം ഇല്ലെന്നില്ല, അവർക്ക് സ്വയം വിഷമിക്കാൻ തുടങ്ങും. ഈ രീതിയിൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിലേക്ക് വരുന്ന ഈ കാര്യത്തെ നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റും. നമ്മളിട്ട് ഏറ്റെടുക്കാൻ പോകുന്നില്ല, അവർക്ക് അതൊരു വിഷമമായിട്ട് മാറും ചെയ്യും. ഇത്രയും പറഞ്ഞിട്ടും ഇത്രയും ചെയ്തിട്ട് ഇവർക്കൊരു വിഷമം ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ അവര് ടെൻസ്ഡ് ആയി പോകും. ഇതാ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറയാൻ പറ്റും. അതായത് ടോക്സിക് ബിഹേവിയറിൽ ടോക്സിറ്റി കാണിക്കുന്ന റിലേഷൻഷിപ്പിൽ ഒന്നില്ലെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി വരാനുള്ള, മൂവ് ഓൺ ചെയ്ത് വരാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. അതിന് പറ്റില്ല എന്നുള്ളതാണെങ്കിൽ നമ്മളൊരു കംപ്ലീറ്റ് ഷീൽഡ് ആയിട്ട് മാറണം. ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. ഗ്രേ റോക്ക് മെത്തേഡ് നമ്മൾ ചെയ്യണം. ബൗണ്ടറി കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം. ഗ്രേ റോക്ക് മെത്തേഡ്, അതായത് എന്ത് തന്നെ സംഭവിച്ചാലും എന്നതൊന്നും തട്ടാൻ പോകുന്നില്ല, എന്നതൊന്നും ഏൽക്കാൻ പോകുന്നില്ല. നമ്മളെപ്പോഴും നമ്മളൊരു ഷീൽഡാക്കി മാറ്റി നിർത്തുക. സോ ദെൻ ഇത് അതിൽ മാറ്റം വരും. മാറ്റം വരും എന്ന് പറഞ്ഞാൽ അവര് ചെയ്തുകൊണ്ടേയിരിക്കും, ശരിയാണ്, പക്ഷെ അത് നമുക്ക് കേൾക്കാൻ പോകുന്നില്ല, നമുക്കിത് കേൾക്കാൻ പോകുന്നില്ല. പാത്രത്തിൽ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തട്ടി നിൽക്കുന്നില്ലല്ലോ, അത് ഊർന്നു പോവില്ലേ? അതുപോലെ നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് യാതൊന്നും ബാധിക്കില്ല. നമ്മൾ ആ രീതിയിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. അവരോട് എത്രത്തോളം നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാലും അവരത് മാറ്റാൻ പോകുന്നില്ല. കാരണം അതൊരു ഇന്റൻഷ്യലി പേർപ്പസ്ഫുള്ളി ചെയ്യുന്നത് നമ്മുടെ വിഷമം കാണാൻ വേണ്ടി ചെയ്യുന്നതാ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക. അവരങ്ങനെ വിഷമം കാണാൻ വേണ്ടി ചെയ്യുന്നതിനെ നമ്മൾ വിഷമിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എൻകറേജ്മെന്റ് അല്ലേ, നമ്മളത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആ രീതിയിൽ നമ്മള് ഹാപ്പി ആക്കി വെക്കുക, നമ്മൾ സ്ട്രോങ് ആക്കി നിർത്തുക. നമ്മൾ നമുക്ക് സെൽഫ് ലവ് കൊടുക്കുക. അത് തന്നെ അവരവരുടെ ട്രോമ കൊണ്ടാണ് ചെയ്യുന്നത് നമ്മളങ്ങോട്ട് വിചാരിക്കുക. അവരുടെ മൈൻഡിൽ അത്രയും ടോക്സിനും ട്രോമയും ഉണ്ട്, അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ടോക്സിസിറ്റിയും ട്രോമയും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ടാ ചെയ്യുന്നത്. അത് നമ്മളിലേക്ക് എടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ നമുക്ക് സെൽഫ് ലവ് കൊടുക്കുക. നമുക്ക് ലവ് കിട്ടുന്നില്ല എന്നാകുമ്പോൾ നമുക്ക് സെൽഫ് ലവ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മള് നല്ല ഇമ്പ്രൂവ്മെന്റ് വരും. ഞാനീ പറഞ്ഞ സപ്പോർട്ടിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ മറ്റാരും നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും നമുക്ക് നമ്മളെ സ്നേഹിക്കാലോ. നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് അറിയാലോ. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാലോ. ഒരാളുടെ സ്നേഹം നമുക്ക് ഇല്ലെങ്കിലും നമുക്ക് നമ്മളെ സ്നേഹിക്കാലോ. ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നത് തനിയെയല്ലേ. അതുപോലെ ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെ ആരും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മളെ നമുക്ക് സ്നേഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാലോ. അതില് നമ്മളൊരു ഈ പറഞ്ഞ പോലെ അവിടെ നമുക്ക് വിജയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും ജയിച്ചു. ഈ സപ്പോർട്ടിന്റെ കാര്യം വരുമ്പോഴും അതേപോലെ തന്നെയാണ് സ്നേഹത്തിന്റെ കാര്യം വരുമ്പോഴും. ഓക്കെ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോ എന്നെ മനസ്സിലാക്കാൻ ഞാനില്ലേ, എന്നെ സ്നേഹിക്കാൻ ഞാനില്ലേ എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ വിൽ ബി മോർ പവർഫുൾ. നമ്മൾ ഒന്നുകൂടി പവർഫുൾ ആയി മാറും. നമ്മൾ ഒന്നും കൂടി പവർഫുൾ ആയി മാറും. അവിടെ നമ്മൾ ആരെ എന്ത് പറയുന്നു എന്നതിനെ പറ്റി ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്നെ സ്നേഹിക്കാനും എന്നെ മനസ്സിലാക്കാനും ഞാനുള്ളിടത്തോളം കാലം വേറെ ആരും ഇല്ലെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ സ്ട്രോങ് ആക്കി നിർത്തുക. അത് തന്നെ അതിന്റെ ശരി. നമ്മള് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് നമ്മൾ ഒറ്റയ്ക്കാ. ആര് തന്നെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കും. എനിക്കതൊരു പ്രശ്നമേ അല്ല. അത് കറക്റ്റ് മാം. അത്യാവശ്യം സ്വാതന്ത്ര്യം സ്ത്രീകളായ നമുക്കും വേണ്ടേ? അത്യാവശ്യം ഒരു കുടുംബ ജീവിതത്തിൽ കുറച്ച് സ്വാതന്ത്ര്യങ്ങൾ നമുക്കും വേണ്ടേ? നമ്മുടേതായ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരാൾ തരേണ്ട കാര്യമല്ല. ഓക്കെ, അത് നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമാണ്. അപ്പൊ അതൊരാൾ തരുന്നതിനെ പറ്റി പറയുമ്പോൾ അത് അവരുടെ കുറവായിട്ട് കാണണം. അത് നമ്മുടെ പ്രശ്നമല്ല, നമ്മുടെ തെറ്റല്ല. ഒരാൾ പറയണത് ഇതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഞാൻ നിനക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ മൈൻഡ് ഓഫ് സെറ്റ്, അവരുടെ അത്രത്തോളം ഇടുങ്ങിയ ചിന്താഗതിയിലൂടെ അവർ പറയുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക എന്നല്ലാതെ സ്വാതന്ത്ര്യം പണ്ട് ഗാന്ധിജി വാങ്ങി തന്നിട്ടുണ്ട്. നമുക്ക് ഇല്ലേ, സ്വാതന്ത്ര്യം പണ്ട് ഗാന്ധിജി വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒരാളുടെ സ്വാതന്ത്ര്യം തരേണ്ട ആവശ്യമില്ല.
പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് സാഹചര്യം നമ്മൾ എടുത്തു കഴിയുമ്പോൾ പറയാം അഹങ്കാരാണ്, അവളുടെ തൻ്റെടാണ് എന്ന് നോവിക്കുന്ന വാക്കുകളാണ് പറയാ. അതവര് പറഞ്ഞോട്ടെ, അതവരുടെ ഇടുങ്ങിയ ചിന്താഗതി കാരണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അല്ലേ, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ അഹങ്കാരമാണെന്നും തൻ്റെടാണെന്നും ഒക്കെ പറയും. ഇതൊക്കെ പറഞ്ഞോട്ടെ, അത് അവരുടെ ചിന്താഗതി അങ്ങനെ ആയതുകൊണ്ട്. അതല്ലല്ലോ അതിന്റെ ശരി. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മൾ നിറവേറ്റുന്നത് അല്ലേ. അതാണ് നമ്മൾ നിറവേറ്റുന്നത്. അതൊരിക്കലും അഹങ്കാരമല്ല. അവിടെ അത് നമ്മൾ മാത്രം ആരുടെയും അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അവരെന്തോ പറഞ്ഞോട്ടെ, അത് അവരുടെ ഡിസിഷൻ. അവര് പറഞ്ഞു, അത് എന്റെ ഡിസിഷൻ അല്ല, എന്റെ തീരുമാനമല്ല, എന്റെ ചിന്താഗതിയല്ല. ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. വേറൊരാൾ അവരുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അഹങ്കാരമായിട്ട് ഞാൻ കാണാറില്ല. മറ്റൊരാൾ അങ്ങനെ കാണുന്നത് അവരുടെ തെറ്റാണ്, എന്റെ തെറ്റല്ല. സോ ഞാൻ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ നമ്മളെ ബൂസ്റ്റ് ചെയ്യുക. അതാണ് അതിന്റെ ശരി. നമ്മൾ ചെയ്യുന്നതിൽ തെറ്റല്ല അത് അവരുടെ ടോക്സിസിറ്റി കാരണം, അവരുടെ ട്രോമ കാരണം, അവരുടെ ഇടുങ്ങിയ ചിന്താഗതി കാരണം സംഭവിക്കുന്നത്. അതിന്റെ റീസൺ പലതും ആയിരിക്കാം. മേ ബി പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരിക്കാം, അവർ വളർന്നു വന്ന രീതി ആയിരിക്കാം, അവരുടെ ചിന്താഗതി അങ്ങനെ ആയിരിക്കാം, അട്രോറിറ്റീസ് എന്തോ ആയിരിക്കാം. പല റീസൺ കൊണ്ടും ഈ ഒരു ടോക്സിസിറ്റി സംഭവിക്കാം. അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താന്ന് വെച്ചാൽ അവരത് പറയുന്നത് അത് അവരുടെ ഫോൾട്ടാണ്, നമ്മുടെ തെറ്റല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ തെറ്റുകൊണ്ടല്ല ഇതൊന്നും സംഭവിക്കുന്നത്, നമ്മളിലെ ശരികളാണ്. സോ ഒരാൾ അഹങ്കാരിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അഹങ്കാരിയായി മാറുമോ? ഞാനൊരു ഒരാൾ ഡൗട്ട് നീ ഒരു ചോദിച്ചോട്ടെ മാം? അഹങ്കാരിയാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കാരിയായിട്ട് മാറില്ല, ഇല്ലേ? ഐഷ മാം, ഞാനൊരു ഓക്കെ, ഡൗട്ട് പറഞ്ഞോളൂ. ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഇത് നമ്മുടെ തെറ്റല്ല, ഇറ്റ് ഈസ് നോട്ട് മൈ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമുക്കത് എല്ലാ കാര്യത്തിനകത്തും അങ്ങനെ പറയാനായിട്ട് നോക്കൂ. അവർക്കൊന്നും ആലോചിക്കാമല്ലോ, ഞാൻ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. അതെപ്പോഴും ഇപ്പോഴൊരു അടുത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് ഹസ്ബൻഡ് പറയുമ്പോൾ അത് അവരുടെ ഒരു ടോക്സിക് മൈൻഡ് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, എന്റെ തെറ്റുണ്ടോ, അങ്ങനെയൊന്ന് ആലോചിക്കാലോ. അതായത് അല്ലാണ്ട് എല്ലാ സിറ്റുവേഷനും നമുക്ക് അങ്ങനെ അവരുടെ മിസ്റ്റേക്ക് ആണെന്നുള്ളത്, എല്ലാ കാര്യങ്ങളും അവരുടെ മിസ്റ്റേക്ക് ആണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് അത് അത്ര അഡ്വൈസബിൾ ആണോ? പിന്നെടുത്ത് ഗാന്ധിജി സ്വാതന്ത്ര്യം മേടിച്ച് തന്നത് ബ്രിട്ടീഷുകാർക്ക് നിന്നാണ്, ഇന്ത്യക്കാണ്. അല്ലാണ്ട് ഭർത്താവിന്റെ അടുത്തുനിന്നോ ഭാര്യയുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ നിന്നല്ല മേടിച്ചേക്കണത്. പിന്നെ വേറൊരു കാര്യം, ഈ സെൽഫ് ലവ് കൊണ്ട് നമുക്ക് എല്ലായിടത്തിലും അങ്ങനെ ഇത് നമുക്ക് കിട്ടുമോ ഈ പറയുന്നൊരിത്? എനിക്ക് ഇങ്ങനെയുള്ള ചില സംശയങ്ങളൊക്കെയാണ് തോന്നിയത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ വന്ന സിറ്റുവേഷൻ എന്താ, ഓരോ കാര്യങ്ങൾക്കും ഓരോ രീതിയുണ്ട്. അതായത് ഈ പറഞ്ഞ കാര്യം പോവണ്ട എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോ, അതായത് ഫാമിലി ഫംഗ്ഷൻ, അവിടെയൊന്നും നമ്മൾ കൺട്രോൾ ചെയ്യാൻ അവിടെ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും അവിടെ റൈറ്റ്സ് ഇല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഒരാളുടെ ഡിസിഷൻ, ഒരാൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം നമ്മൾ പോവേണ്ട എന്ന് പറയുന്നത് യാതൊരുവിധ റൈറ്റ്സും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് നമ്മുടെ ചിന്താഗതി കാരണം നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് എന്താ അനുസരിച്ചാൽ എന്നുള്ളതല്ല, അത് അവരുടെ ആഗ്രഹമാണെങ്കിൽ അത് അവർ ചെയ്യേണ്ടേ. ഓരോ ഇൻഡിവിജ്വലിനും, ഓരോ മനുഷ്യനും ഓരോ ആഗ്രഹങ്ങളില്ലേ, അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഇല്ല. പിന്നെ ഇതെല്ലാം സംഭവിക്കുന്നത് ടോക്സിക് ബിഹേവിയറിലാണ് കൂടുതലായിട്ട് സംഭവിക്കും. ടോക്സിസിറ്റി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ടോക്സിക് അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഹെൽത്തി റിലേഷൻഷിപ്പ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അതായത് ഈ പറഞ്ഞ ഇവര് പറയുന്നത് ഫാമിലി ഫംഗ്ഷന് പോകുമ്പോഴടക്കം ഒരു ആവശ്യമില്ല. അതായത് നമ്മുടെ വീട്ടിലൊരു ഫാമിലി ഫംഗ്ഷൻ നടക്കുകയാണ്, അതിലേക്ക് പോവേണ്ട എന്ന് പറയാൻ യാതൊരുവിധ റൈറ്റ്സും ഈ പറഞ്ഞ ഹസ്ബൻഡ് ആയിട്ടുള്ള ആൾക്കില്ല. അതായത് ആ പോകുന്നത്, അത്രയും നാളും അവിടെ ജീവിച്ച ഒരാള് കല്യാണം കഴിഞ്ഞു എന്നതിന്റെ ഒറ്റ കാരണം കൊണ്ട് അത്രയും നാളും ജനിച്ചു വളർന്ന വീടിനെ, റിലേഷൻഷിപ്പിനെ ഒഴിവാക്കേണ്ടതുണ്ടോ? അതാണോ അതിന്റെ ശരി? അതവിടെ എന്ത് തന്നെയാണെങ്കിലും ആ ഇൻഡിവിജ്വൽ വന്നത് ആ ഫാമിലിയിൽ നിന്നാണ്. അങ്ങനെ ഒരു വൈഫിനെ കിട്ടിയത് ആ ഫാമിലിയിൽ നിന്നാണ്. പിന്നെ ആ ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒഴിവാക്കാൻ പറയാൻ യാതൊരുവിധ റൈറ്റ്സും ഇല്ല. തിരിച്ചും അങ്ങനെ തന്നെയാ.
അത് ഒരാൾക്ക് മാത്രം ആരെ ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പൊ ഈ വൈഫിനെ മാത്രം ബാധിക്കുന്ന കാര്യമില്ല. ഹസ്ബൻഡ് പറയാണ് എന്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ വൈഫ് പറയാണ് നിങ്ങൾ പോണ്ട എന്ന് പറയുന്നത് യാതൊരു റൈറ്റ്സും ആ പറയുന്ന ആൾക്കില്ല. അത് അവരുടെ ഇൻഡിവിജ്വൽ ആണ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഞാനിത് തീരുമാനങ്ങളാണ്. വൈഫിന്റെ വീട്ടിൽ പോണ കാര്യം മാത്രല്ല കേട്ടോ, ഞാനൊരു കോമൺ ആയിട്ട് പറഞ്ഞു കോമൺ എന്നുള്ളൂ. ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് അല്ലാണ്ട് മനസ്സിലായി വൈഫിന്റെ കോമൺ ആയിട്ടുള്ള വീട്ടില് വൈഫിന്റെ ഉമ്മാനെ ഓക്കെ കാണാനോ അല്ലെങ്കിൽ അച്ഛനെ കാണാനോ Yes. അങ്ങനെ ഇവിടെ ആങ്ങളെ നമ്മൾ കാണാനോ ഡിസ്കസ് അതല്ല ഞാൻ ചെയ്തത് പറഞ്ഞത്. ഞാനിത് കോമൺ ഓക്കെ ആയിട്ട് എനിക്ക് മനസ്സിലായി, ഇപ്പൊ ഒരു എനിക്ക് പാർക്കിൽ മനസ്സിലായി. ഇവിടെ പോകണം, നമ്മൾ അല്ലെങ്കിൽ ഒരു പടത്തിന് പോകണം, അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോകണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂടെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഒരു എനിക്ക് മനസ്സിലായി ആൻസർ എല്ലാ സിറ്റുവേഷനകത്തും ആ പറഞ്ഞ കാര്യം എല്ലാ ആപ്ലിക്കബിൾ ആണോ സിറ്റുവേഷനിലും. ഓക്കെ എന്നുള്ളതാണ്. ഓക്കെ ഇവിടെ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഇത് അപ്ലിക്കബിൾ അല്ല. പക്ഷെ ഈ പറഞ്ഞതിൽ എന്താന്ന് വെച്ചാല് ഓരോ സിറ്റുവേഷനും ഇപ്പോ നമ്മള് മോളിൽ പോണം, ഇതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസ് ചെയ്തിട്ട് വരുന്നത്. മോളിൽ പോണം, സിനിമയ്ക്ക് പോണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളോട് ഓക്കെ നിങ്ങൾ പോണ്ട എന്ന് പറയാൻ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസ് ചെയ്തിട്ട് വരുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ആയിരിക്കണം. തിരിച്ചങ്ങോട്ടേക്കും പറയണം ഓക്കെ നിങ്ങൾ അത് ഇപ്പൊ വേണ്ട കേട്ടോ, നമുക്ക് ഇങ്ങനെ പിന്നെ ചെയ്യാൻ കേട്ടോ എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് റെസ്പെക്ട് ഉള്ള ഒരാൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈക്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അതവിടെ അപ്ലിക്കബിൾ ആണ്. ഒരാളെ മാത്രം കൺട്രോൾ ചെയ്യുന്നത് ഒരിക്കലും അപ്ലിക്കബിൾ അല്ല. അതിൽ യാതൊരുവിധ ന്യായീകരണവും ഇല്ല. ഒരാളെ മാത്രം പറയാണ് നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് ഒരാളോട് മാത്രം പറയും. തിരിച്ചങ്ങോട്ടേക്ക് പറയുമ്പോൾ നീ എന്നെ പഠിപ്പിക്കാനായിട്ടില്ല എന്ന് പറയുന്നതിൽ ഈ രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവാറുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, അത് ഞാൻ പറഞ്ഞ എല്ലാവരും അങ്ങനെയല്ല. കുറച്ച് റിലേഷൻഷിപ്പിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ആ സംഭവിക്കുന്നതിനെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയുന്ന സ്റ്റേജസിൽ ഈ പറഞ്ഞത് നമ്മുടെ ഫോൾട്ട് കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ടോക്സിസിറ്റിയാണ്. ഒരാളോട് മാത്രം കൺട്രോൾ ചെയ്യുന്നത്, ഒരാളെ മാത്രം പറയുന്നത് ടോക്സിസിറ്റിയാണ്. അതർവൈസ് എന്തല്ല റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പറയണം ഓക്കെ ഇങ്ങനെയാണ് നിങ്ങളിപ്പോ അത് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ ഓക്കെ എന്നാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവാം. തിരിച്ചിങ്ങോട്ടേക്കും പറയണം നീ ഇപ്പൊ അത് ചെയ്യേണ്ട എന്ന് പറയണമെങ്കിൽ ഓക്കെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് ഒരു റെസ്പെക്റ്റോട് കൂടി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. അതൊക്കെ ഓക്കെയാണ്. അതൊക്കെ അല്ലാതെ എല്ലാം ഇങ്ങനെയല്ല. മാം അറ്റ് നമ്മള് ദ സെയിം ടൈം ഷോപ്പിങ്ങിന് പോകണം എന്നല്ല പറയുന്നത്. നമ്മുടെ റിലേഷൻ, നമ്മുടെ രക്തബന്ധം ഇവിടെ സംഭവിക്കുന്നത് വളരെ എന്തായിട്ടുള്ള എന്താ പറയാ ഇങ്ങനെയുള്ള നീഡ്സ് റിലേഷൻഷിപ്പിലൊക്കെ ഇങ്ങനത്തെ ആവശ്യങ്ങൾ ഒരാള് പറ്റില്ല എന്ന് പറയുന്നതിനോട് യാതൊരുവിധ യോജിപ്പുമില്ല. അത് ഇങ്ങനത്തെ നീഡ്സ് ഒന്നല്ല, ഒരു മനുഷ്യന്റെ ഏതൊരുവിധ നീഡ്സ് ആണെങ്കിലും അത് ഒരാൾ മാത്രമേ കൺട്രോൾ ചെയ്യുക, മറ്റേ ആൾക്ക് അത് പറയാനുള്ള അവിടെ വോയിസ് ഇല്ല എന്നുള്ള രീതിയിൽ ഒരാളുടെ വോയിസ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോകുക എന്നുള്ള ഒരു അവസ്ഥ വരിക എന്ന് പറയുന്നത് ഭയങ്കര ദയനീയമാണ്. ആ സമയത്ത് എങ്ങനെ പോണ്ട എന്ന് പറയുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അല്ലി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപി പോവണ്ട എന്ന് പറയുമ്പോൾ അല്ലി പറയണ്ടേ വിടമാട്ടെ നിന്നെ അപ്പടി നമുക്ക് സിനിമയിലെല്ലാം ആപ്ലിക്കബിൾ ആയിരിക്കും, സിനിമയിൽ കാണുന്ന പോലെ ലൈഫിൽ എപ്പോഴും ആപ്ലിക്കബിൾ ആയിരിക്കില്ല. സോ തന്നെ അവിടെ നമ്മളെ തന്നെ ഷീൽഡ് ചെയ്യാം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലായിടത്തും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആപ്ലിക്കബിൾ അല്ല. പക്ഷെ അത് മ്യൂച്വൽ റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടതാ. ഇപ്പൊ ഞാന് സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഇന്ത്യയുടെ അതൊരു തമാശ രൂപേണ പറയുന്നതാ. പക്ഷെ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. അതൊരു റിലേഷൻഷിപ്പിലോട്ട് വന്നു എന്ന കാരണം കൊണ്ട്, ഒരു കല്യാണം കഴിഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് ത്യജിക്കേണ്ടതല്ല ഇതൊന്നും. അത് രണ്ടുപേർക്കും ഈക്വൽ ആണ്. അതായത് വൈഫിനാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും കല്യാണം കഴിഞ്ഞു എന്നുള്ള ഒരു കാരണം കൊണ്ട് ത്യജിക്കേണ്ട ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ത്യജിച്ച് ജീവിക്കേണ്ടതല്ല. അവരുടെ ആഗ്രഹങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകണം. അവർ അത്രയും നാളും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യം കല്യാണം കഴിഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒഴിവാക്കേണ്ടി വരിക എന്ന് പറയുന്നത് അവരുടെ എന്താ പറയാ പേഴ്സണാലിറ്റിയെ തന്നെ അല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലായിരിക്കും. അതിന്റെ വിഷമം എത്രത്തോളം ആ ഒരാൾക്കേ അറിയുള്ളൂ. ഇത് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. അത് മാത്രല്ല നമ്മളെ മാം, സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഹെൽത്തി റിലേഷൻഷിപ്പിലോട്ട് പോവുക. അവരുടെ ഇഷ്ടമാണ് ചെയ്യുന്നത്, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എപ്പോഴും അവരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ട് നിൽക്കുക വേണ്ടത്. അവിടെ നമ്മൾ ബ്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുകയോ അല്ല വേണ്ടത്. അല്ല ഒരു വ്യക്തി വിചാരിക്കുന്നത് എന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്റെ ഭാര്യ എന്റെ ഇണ കൂടുതൽ
കൂടെയുള്ള ആൾ ജീവിക്കണം. Yes. അവരുടെ ആവശ്യങ്ങളെല്ലാം മാറ്റി, അതായത് അവർ പോയി കഴിഞ്ഞാൽ എനിക്ക് വസ്ത്രമില്ല, ഭക്ഷണമില്ല, ഒരു 2 ദിവസത്തേക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലും സഹിക്കാൻ പറ്റില്ല. അവര് പോകണ്ട, അവര് മാറ്റി അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം മാറ്റി വെച്ച് എനിക്ക് എന്റെ ആവശ്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കണം എന്നൊരു പുരുഷൻ ആലോചിക്കുന്നത് ശരിയാണ്. അല്ല, ശരിയല്ല. അതാ ഞാൻ പറഞ്ഞു വന്നെ. അതൊരു ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഗ്രേ റോക്ക് മെത്തേഡ് കൊണ്ടുവരണം. നമ്മളിലൊരു ഷീൽഡ് നമ്മൾ കൊണ്ടുവരണം. വിഷയത്തിൽ ഇവിടെ ഒരു ആള് സംസാരിച്ചല്ലോ, അതേപോലെ ഉം. സ്ത്രീകൾ ഭർത്താവ് അനുസരിക്കാതെ തോന്നിയതുപോലെ എന്നുള്ളതല്ല. അപ്പൊ അദ്ദേഹം സംസാരിക്കുന്നത് Yes. കേട്ടാത്തൊന്നും നമ്മൾ അതേപോലത്തെ ആവശ്യമാണ് ഇവിടെ പറഞ്ഞത് അല്ല, എന്നാണ് ആ ഇവിടെ സംസാരം ഇവിടെ കേട്ടാ ഓരോ തോന്നുന്നത്. സിറ്റുവേഷനും ഓരോ ബേസ് ചെയ്തിട്ടാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ വേറെയാണ്. ഇത് അത്രയും നീഡ്സുകളാണ്. ബേസിക് നീഡ്സുകളെ ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ. ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ് ഇതെല്ലാം. അതൊന്നും ഒരു റിലേഷൻഷിപ്പിന്റെ പേരിൽ ഒഴിവാക്കേണ്ട സാഹചര്യങ്ങളല്ല. അടിസ്ഥാനപരമായ കാര്യങ്ങൾ തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് എത്രമാത്രം വേദന ഉണ്ടാകുന്നു, അത് അതെ, പ്രത്യേകിച്ച് ഒരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യങ്ങളാണ്. സോ ദെൻ അതാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ ഫോൾട്ട് അല്ല. നമ്മുടെ ഫോൾട്ട് അല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മളൊരു ഗ്രേവർക്ക് മെത്തേഡായിട്ട് മാറാം. ഇതൊന്നും എന്നെ ഏൽക്കാനേ പോകുന്നില്ല. ഈ ഒരു സോ ദെൻ കാര്യത്തിൽ കുറെ ഏൽക്കില്ല എന്ന് കാണുമ്പോൾ അവര് തന്നെ മാറിക്കോളും. കുറെയൊക്കെ നമ്മൾ ഏൽക്കില്ല എന്നുള്ള ഒരു മെത്തേഡ് നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാജുവലി മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മളൊരു പെർമിഷന് വേണ്ടിയിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ വൈഫ് ഇപ്പൊ എന്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോ ആ ചോദിക്കുന്നതിനൊക്കെ ഒരു മെത്തേഡുണ്ട്. അപ്പം ഈ ഹസ്ബൻഡിന്റെ പെരുമാറ്റം, ഹസ്ബൻഡിന്റെ ക്യാരക്ടർ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് അതും അനുസരിച്ചിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇതെങ്ങനെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഇന്ന പോലെയാണ്, എനിക്കൊന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, ഞാൻ ചിലപ്പോൾ അത് അവതരിപ്പിക്കുന്ന രീതിക്ക് മാറ്റമുണ്ടോ. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെ പോയേ ഒക്കൂ, ഞാൻ ഇന്ന് അങ്ങോട്ടേക്ക് പോകട്ടോ, അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം നമ്മൾ ചിലപ്പോൾ ഒരു പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഒരു പെർമിഷനും അല്ലെങ്കിൽ ഒരു കാര്യം പെർമിഷന്റെ ആവശ്യമല്ല, നമ്മളതൊക്കെ പറയുമ്പോൾ പിന്നീട് ഇവർക്കൊന്നും എല്ലാം അറിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ ഒരു മുൻവിധി ഉണ്ടാവും. നേരത്തെ തന്നെ ഇവളിങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെ പറയൂന്നൊക്കെ. അപ്പം അതും കൂടി വെച്ചിട്ടായിരിക്കും അവരുടെ ചോദ്യവും ആൻസർ, അതിനുള്ള മറുപടിയൊക്കെ. അങ്ങനെ ഉണ്ടാവും. അവിടെ എങ്ങനെയാണോ ഇത് ഹെൽത്തി റിലേഷൻഷിപ്പിലാണ് ഇത് പോകുന്നത് എങ്കിൽ ഈ പറഞ്ഞതിന്റെ ഒന്നും ആവശ്യമില്ല, ഒരു മുൻവിധിയുടെ ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. ടോക്സിക് ആയിട്ട് വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഇനി എങ്ങനെ പോയി പറഞ്ഞാലും, ഏത് രീതിയിൽ പോയി പറഞ്ഞാലും, എത്രത്തോളം അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞാലും അവർക്ക് ഒരേ ഒരു രീതി ഉണ്ടാവുള്ളൂ, പോവണ്ട. അവരത് ആദ്യം തീരുമാനിച്ചതാ. കാരണം എങ്ങനെ ചെയ്താലാണോ, ഏതൊരു തീരുമാനം എടുത്താലാണോ നമുക്ക് വിഷമാവുന്നത് അതേ അവർ ചെയ്യുള്ളൂ. അവിടെ നമ്മൾ ഇനി എന്ത് തന്നെ തീരുമാനിച്ചാലും, എങ്ങനെ തന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ അത് നടക്കാൻ പോകുന്നില്ല. ഈ പറഞ്ഞതെല്ലാം നോർമലി ഹെൽത്തി റിലേഷൻഷിപ്പിലാണ് നടക്കാൻ പോകുന്ന കാര്യം. ടോക്സിക് റിലേഷൻഷിപ്പിൽ വരുന്ന സാഹചര്യത്തിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അവിടെ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ആളെ ഒരിക്കലും ബ്ലെയിം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളത് പറഞ്ഞതിന്റെ രീതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, നിങ്ങളുടെ ട്യൂൺ അങ്ങനെ, ഇതിനൊന്നും യാതൊരുവിധ അർത്ഥമില്ല. നിങ്ങൾ ഇനി എങ്ങനെ പറഞ്ഞാലും അവര് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് ഈ രീതിക്കായിരിക്കും. കാരണം അവരത് തീരുമാനിച്ചതാ. സോ അതല്ല ഇറ്റ്സ് മാം, നോട്ട് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമ്മൾ ചോദിക്കുന്നിടത്ത് വ്യത്യാസം കൊണ്ടായിരിക്കാം ഇങ്ങനെ പറയണത്. അത് ജീവിതത്തിലുടനീളം ഉണ്ടാവുമോ? എങ്ങനെ ഇല്ല. ഒരു റിലേഷനിൽ നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷൻ, ഭാര്യക്കും ഭർത്താവിനും 2 കുടുംബങ്ങളിലും ഉള്ള ആവശ്യങ്ങൾ ഒരേപോലെ കാണണം. അത് ഒരു Yes. സ്വന്തം ആങ്ങളുടെ കല്യാണം, അതൊക്കെ ഈ ഹസ്ബൻഡിന്റെ ഏറ്റവും അളിയന്റെ കല്യാണം ഏറ്റവും ഇതായിട്ട് കാണേണ്ട കാര്യങ്ങളാണ്. അത് അവരായിട്ട് പ്രത്യേകിച്ച് വൈകാരികമായിട്ടൊരു പ്രശ്നങ്ങളോ ഒന്നുമില്ല, വെറുതെ ഒരു കാരണമില്ലാതെ വേണ്ട അതൊന്നും വിഷമിപ്പിക്കുക അങ്ങോട്ട് എന്നുള്ള അതേ ഉദ്ദേശം കൊണ്ട് ചെയ്യുന്നത്. അതാണ് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പും ടോക്സിക് ബിഹേവിയർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അവര് മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഇറ്റ്സ് നോട്ട് ദെയർ ഫോൾട്ട്. ടോക്സിക് ബിഹേവിയർ ഒരാൾ കാണിക്കുന്നുണ്ടെങ്കിൽ, ടോക്സിക് റിലേഷൻഷിപ്പിലാണ് ഒരാൾ നിൽക്കുന്നത് എങ്കിൽ അത് അവരുടെ ഫോൾട്ട് അല്ല എന്ന് പറയാൻ കാരണം അതാണ്. ഈ ടോക്സിക് ബിഹേവിയറും ടോക്സിക് റിലേഷൻഷിപ്പിലും നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ടോക്സിസിറ്റി കാണിക്കുന്നത് ആരാണോ അവരെ പറയുന്ന പേരാണ് വിക്ടിംസ്. അതങ്ങനെ പറയണമെങ്കിൽ അത്രത്തോളം സഫറിങ്സ് അവിടെ വരുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്.
ഹെൽത്തി റിലേഷൻഷിപ്പിന്റെ കാര്യവും നോർമൽ റിലേഷൻഷിപ്പിന്റെ കാര്യവും അല്ല ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ ടോക്സിക് റിലേഷൻഷിപ്സിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അവിടെ സംസാരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറയുന്ന പേരാണ് വിക്ടിംസ്, ഇരകൾ എന്നാണ് അവരെ പറയാ. കാരണം അത്രത്തോളം സഫറിങ്സ് അവിടെ വരുന്നുണ്ട്. സോ ദാൻ അവരെ നമുക്ക് വേണ്ടത്ര രീതിയിൽ സപ്പോർട്ടീവായിട്ട് നമ്മൾ കൂടെ നിൽക്കണം. നമ്മൾ മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ബ്ലെയിം ചെയ്യരുത്. അത് നമ്മൾ പറയാത്ത അവരെത്രത്തോളമാണോ അനുഭവിക്കുന്നത്, എത്രത്തോളം എഫേർട്ട്, എത്രത്തോളം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത്, അതിന്റെ 1% മാത്രമേ അവർ പുറത്തോട്ട് പറയുന്നുള്ളൂ. അത്രേ അപ്പൊ പുറത്തോട്ട് അത് വരുള്ളൂ. അതിന് നമ്മൾ ചോദിക്കുന്ന സമയത്തുണ്ടാകുന്ന ആറ്റിറ്റ്യൂഡിന്റെ കാരണം കൊണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അല്ല. ഈ പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ തുടക്കത്തിലേ പറഞ്ഞ ഇറ്റ്സ് നോട്ട് ദെയർ ഫോൾട്ട്, അത് അവരുടെ ഫോൾട്ട് അല്ല എന്നുള്ളത് ആദ്യമേ അത് പറഞ്ഞത് അതാണ്. നോർമൽ റിലേഷൻഷിപ്പോ ഹെൽത്തി റിലേഷൻഷിപ്പിന്റെ കാര്യമല്ല ഇവിടെ സംസാരിച്ചത്. ടോക്സിക് റിലേഷൻഷിപ്പിന്റെ കാര്യം സംസാരിക്കുന്ന സാഹചര്യത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അവിടെ അത് അവരുടെ ഫോൾട്ട് അല്ല. അവിടെ എന്താണ്, അതൊരു ടോക്സിസിറ്റി കാരണം സംഭവിക്കുന്നതാണ്. അവിടെ നമ്മളെ ഗ്രേ ഔട്ട് മെത്തേഡ് നമ്മളിൽ ആപ്ലിക്കബിൾ ചെയ്യുക, നമ്മളൊരു ഷീൽഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അവിടെ വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മുടെ തെറ്റുകൊണ്ടല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒരുപാട് സമയം ഒരുപാട് സമയമായിട്ടുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ബാക്കി നെക്സ്റ്റ് സെഷനിൽ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക്കുമായിട്ട് തീർച്ചയായിട്ടും അടുത്ത സെഷനിൽ തീർച്ചയായിട്ടും വരാം. താങ്ക് യു ഫോർ മച്ച് യുവർ ആക്റ്റീവ് ഹിയറിംഗ് ആൻഡ് ആക്റ്റീവ് ലിസണിങ്. ഓക്കെ, സ്കൂൾ ടൈമിംഗ് അല്ലേ? ഓൾസോ ബിസി. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ആക്റ്റീവ് ഹിയറിംഗ് ആൻഡ് ആക്റ്റീവ് ലിസണിങ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ ഏറ്റെടുക്കുക. ടോക്സിക് റിലേഷൻഷിപ്പിന്റെ കാര്യം വരുമ്പോൾ അത് അവരുടെ ഫോൾട്ട് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഡോണ്ട് ബ്ലെയിം ദം. അവരെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.